അടുത്ത വിഷയത്തിൽ അടുത്ത പ്രഭാഷകൻ ശ്രീ VK നാരായണൻ, തിരുവനന്തപുരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥനാണ്, തൃശ്ശൂർ സ്വദേശി. അദ്ദേഹം ഈ വിഷയത്തിൽ ശ്രീ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയെക്കുറിച്ച് ഇന്ന് കേരളത്തിലെ ഈ പറഞ്ഞ ഓൺലൈൻ സമൂഹത്തിനെ നിരന്തരമായിട്ട് അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ശ്രീ നാരായണ ഗുരു കേരളത്തിലെ ജനങ്ങളിൽ 95% ആ പേരെങ്കിലും കേട്ടുകയാണ്. കാരണം ഒരുപാട് SN കോളേജും SN ഹോസ്പിറ്റലും SN വിമൻസ് ഹോസ്റ്റലും SN ഒരുപാടുണ്ട്. അതേസമയം ശ്രീ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി അങ്ങനെ സ്ഥാപനങ്ങളില്ല. ആലത്തൂരിലും കൊല്ലങ്കോട്ടും 2-3 സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനുണ്ട് സ്കൂളും കോളേജൊക്കെ. പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് കേരളത്തെ ജനങ്ങളെ അറിയിക്കാൻ തക്കുന്ന ഒരു, എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ ബ്രഹ്മാനന്ദ സ്വാമിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യക്തി ശ്രീ നാരായണൻ തന്നെയാണ്. അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ്. എനിക്ക് മടിയായിരുന്നു തിരുവനന്തപുരത്ത് ആളെ ഇങ്ങോട്ട് വിളിക്കാൻ. കാരണം നമ്മൾ വലിയ ടീ ഒന്നും കൊടുക്കില്ലല്ലോ. അപ്പോൾ അദ്ദേഹം വരുമോ എന്നറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഞങ്ങൾ ചെറിയ സംഘടനയാണ്, സാമ്പത്തികമൊന്നുമില്ല, ആരും നേരിട്ട് കാണാത്തതുകൊണ്ട് പൈസ പിരിക്കാനും വഴിയില്ല, എല്ലാവരും കമ്പ്യൂട്ടറും ഇരിക്കുന്ന ആളുകളാണ്. ആൾ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നിരിക്കുകയാണ്. അടുത്തായി ശ്രീ കൊല്ലങ്കോട്ട് കാരാട്ട് ഗോവിന്ദ മേനോൻ എന്ന പേരിൽ അറിയപ്പെട്ട് സ്കൂൾ അധ്യാപകനായി ജീവിച്ച് അവസാനം ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിൽ അറിയപ്പെടുകയും ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലീനനാണ്. അദ്ദേഹം ജനിച്ചതും മരിച്ചതൊക്കെ ഏറെക്കുറെ സമമാണ്. നാരായണ ഗുരു അദ്ദേഹത്തെക്കാളും കുറച്ച് മുമ്പ് മരിക്കുകയും ചെയ്തത്. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി, അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ ശ്രീ VK നാരായണൻ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സാബു ഫിലിപ്പ് സാർ, ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പേര് നാരായണൻ എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ്, ചേലക്കര എന്ന സ്ഥലത്താണ് എൻ്റെ നാട്. 32 വർഷമായിട്ട് തിരുവനന്തപുരത്ത് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ട് ജീവിച്ചു വരികയാണ്. 1994 മനോരമ പത്രത്തിൽ ശ്രീ പവനൻ എഴുതിയ ഗാത്രം തന്നെ ക്ഷേത്രം എന്നൊരു ലേഖനം വായിച്ചതിന് ശേഷം, അതായത് 21 വർഷം മുമ്പ്, അന്നു മുതലാണ് ഞാൻ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ പുസ്തകങ്ങൾ വരുത്തി വായിക്കുകയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ചെറിയ ഇതുപോലെയുള്ള ചെറിയ സഭകൾ കൂട്ടി ജനങ്ങളെ ആശയങ്ങളുമായി പരിചയപ്പെടുത്താൻ ശ്രമിച്ചു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നവോത്ഥാനം മതാധിഷ്ഠിതമോ മതനിരപേക്ഷമോ ഏത് കൂടെയാണ് സാധ്യമാക്കാൻ സാധിക്കുക, ഇതാണ് നമ്മുടെ വിഷയം. നാരായണ ഗുരു പ്രവർത്തിച്ചത് മതാധിഷ്ഠിതമായി തന്നെയാണ്, മതനിരപേക്ഷമായിട്ടല്ല. എന്നാൽ ശിവയോഗി പ്രവർത്തിച്ചത് മതനിരപേക്ഷമായിട്ടാണ്. ഇതാണ് ഇവർ തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം. ഞാൻ ആദ്യം ശിവയോഗിയുടെ ചരിത്രം, അദ്ദേഹത്തിന് ജനിച്ച സ്ഥലം, അദ്ദേഹം പഠിച്ചത്, അതെല്ലാം കുറച്ച് വിവരിക്കാം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെപ്പറ്റി വിവരിക്കാം. അതിനുശേഷം നാരായണ ഗുരുവും അദ്ദേഹവും തമ്മിലുള്ള വൈജാത്യങ്ങളെപ്പറ്റി പറയാം. അത് പറയുന്നത് ഒരാളെ ഇകഴ്ത്താനോ ഒരാളെ പുകഴ്ത്താനോ വേണ്ടിയിട്ടല്ല. ആശയപരമായ ഒരു യുദ്ധമാണ് നമുക്ക് ആവശ്യം. ആശയ സംഘടന എപ്പോഴും വേണം. അതിനുവേണ്ടിയാണ് അവരുടെ ചിന്തകളെ നമ്മൾ വിലയിരുത്തുകയാണ്. അല്ലാതെ ഇന്നയാൾ മോശം, ഇന്നയാൾ ഉയർന്നത്, അങ്ങനെ ഒരിക്കലും പറയുന്നതല്ല. അതിനുശേഷം ശിവയോഗിയെപ്പറ്റി നമുക്ക് മുമ്പേ പറഞ്ഞവരെന്തെല്ലാം പറഞ്ഞു എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താം. ഇത്രയാണ് ഞാൻ ഇന്നത്തെ പ്രസംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് പ്രസംഗിച്ചൊന്നും അധികം ശീലമില്ല. ഞാൻ വിഷയം അവതരിപ്പിക്കാം. ഞാൻ പ്രസംഗം കലയായി കൊണ്ടു നടക്കുന്ന ആളല്ല. വിഷയം അവതരിപ്പിക്കാം. ചർച്ചയ്ക്ക് എന്നെക്കൊണ്ടാവുന്നത്രയും നിങ്ങളുമായി സഹകരിച്ച് നമുക്കൊരു ചിന്തയിലേക്ക് കടക്കാൻ ഉത്സാഹിക്കാം. ശിവയോഗിയും നാരായണ ഗുരു ഒരേ കാലത്ത് തന്നെ ജീവിച്ചത് എന്ന് പറഞ്ഞാൽ, ബ്രഹ്മാനന്ദ സ്വാമി ജനിക്കുന്ന 1852 ആഗസ്റ്റ് 26-നാണ്. നാരായണ ഗുരു 1856, ഇത് 852 ആണെങ്കിൽ അത് 856, 4 വർഷങ്ങൾക്ക് ശേഷമാണ് നാരായണ ഗുരു ജനിക്കുന്നത്. അതും ഒരു ആഗസ്റ്റാണ്, ആഗസ്റ്റ് 20-ാം തീയതി. ഇത് അവർ തമ്മിലുള്ള ഒരു സാദൃശ്യമാണെങ്കിൽ വേണമെങ്കിൽ 2 ആഗസ്റ്റിൽ ജനിച്ചു. മാത്രമല്ല, രണ്ടുപേരും മരിക്കുന്നത് സെപ്റ്റംബറിലാണ്. ശിവയോഗി മരിക്കുന്നത് 1929 സെപ്റ്റംബറിലാണെങ്കിൽ നാരായണ ഗുരു മരിക്കുന്നത് 28 സെപ്റ്റംബറിൽ, ഒരു വർഷം മുമ്പ്.
അപ്പോൾ 4 വർഷം മുമ്പ് ജനിച്ച ആളാണ് ശിവയോഗി. 1 വർഷം കഴിഞ്ഞ് മരിക്കുന്ന ആളാണ് ശിവയോഗി. 77 വയസ്സ് ജീവിച്ചു. ശിവയോഗി ജനിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് കാരാട്ട് തറവാട്, അവിടെ നാണിയമ്മയുടെയും നെന്മാറ വല്ലങ്കി എന്ന സ്ഥലത്ത് രാവുണ്യാരത്ത് കുഞ്ഞികൃഷ്ണ മേനോൻ്റെയും 11 മക്കളിൽ ഒരാളായിട്ടാണ്. മൂത്തത് ജ്യേഷ്ഠത്തിമാരാണ്. ആൺമക്കളിൽ ഇദ്ദേഹം തന്നെയാണ് ഒന്നാമൻ. പവനൻ ഇദ്ദേഹത്തെക്കുറിച്ച് ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള ജന്മത്തെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എല്ലാം വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയേണ്ടത് മാത്രം ഞാനിന്ന് എടുത്തുകൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ശിവയോഗി സാധാരണ ഒരു ആസ്തിക നായർ കുടുംബത്തിൽ തന്നെയാണ്. മേനോനാണ്, കുഞ്ഞികൃഷ്ണ മേനോൻ എന്നാണ് അച്ഛൻ്റെ പേര്. ആസ്തിക പാരമ്പര്യത്തിൽ തന്നെ ജനിച്ച ആളാണ്. ആലമ്പടത്ത് ഗ്രാമീണ എലിമെൻ്ററി സ്കൂളിൽ പ്രൈമറി വിദ്യാഭ്യാസം നടത്തുകയുണ്ടായി. ആലമ്പള്ളി പത്മനാഭ ശാസ്ത്രികൾ, കൂടല്ലൂർ ശാസ്ത്രികൾ ഇവരുടെ കീഴിൽ അന്നൊക്കെ സംസ്കൃത വിദ്യാഭ്യാസമാണ് പഠനം എന്ന് പറഞ്ഞാലുള്ളത്. പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ സംസ്കൃതം പഠിക്കുക, ഇതേ ഉള്ളൂ. അപ്പോൾ ഈ ശാസ്ത്രികൾ ഇവരൊക്കെ തമിഴ് ബ്രാഹ്മണന്മാരാണ്. ഇവരുടെ കീഴിലാണ് വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് സംസ്കൃത വിദ്യാഭ്യാസം. അതിനുശേഷം ഇദ്ദേഹത്തെ എറണാകുളത്ത് കൊണ്ടുവന്ന് മിഡിൽ സ്കൂൾ ഇംഗ്ലീഷ് സ്കൂൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്. അന്നൊന്നും അവിടെ ഒന്നും ഇംഗ്ലീഷ് പഠനമില്ല. അപ്പോൾ എറണാകുളത്ത് താമസിച്ച് പഠിച്ചു കുറേ വർഷങ്ങൾ ചെറുപ്പകാലത്ത്. എറണാകുളത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് പലതരം ആളുകളായിട്ട് ഇടപഴകുക. ഇവിടെ ജൂതന്മാരുണ്ട്, ക്രിസ്ത്യൻസിൻ്റെ, മുസ്ലിംസിൻ്റെ, എല്ലാ ജാതി മതക്കാരുമുണ്ട്. ഇവരൊക്കെ ആയിട്ട് ഇടപഴകാനും ഈ ആരാധനയെക്കുറിച്ചൊക്കെ സംശയങ്ങൾ മനസ്സിൽ ജനിക്കാനും. ഇദ്ദേഹം കണ്ടിട്ടുള്ളത് ഭുവനേശ്വരി പൂജയും മറ്റേതും സരസ്വതി പൂജയും ഇതൊക്കെയാണ് അവരുടെ തറവാടുകളിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇദ്ദേഹം നാട്ടിൽ പോയിട്ട് ഇതൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ ഭുവനേശ്വരി പൂജ എന്നും പറഞ്ഞിട്ടൊന്ന് നായർ തറവാടുകൾ നടത്താറുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിന് ഒരു ബ്രാഹ്മണനെ കൊണ്ടുവന്ന് പൂജിപ്പിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം അമ്മാവന്മാരോടും അമ്മയോടൊക്കെ ചോദിച്ചു, നമ്മൾ പൂജിച്ചാൽ എന്താ പോരെ, വേറൊരാളെ കൊണ്ടുവന്ന് പൂജിപ്പിച്ചിട്ട് വേണോ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ? അതുമാത്രമല്ല, അടുത്തുള്ള ക്ഷേത്രത്തിൽ നമ്മൾ പോയി പൂജയും വഴിപാടുമൊക്കെ നടത്തുന്നുണ്ടല്ലോ, അതുകൂടാതെ പിന്നെ വീട്ടിൽ വെച്ചിട്ട് വീണ്ടും നടത്തേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ആ ദൈവത്തിന് ശക്തിയില്ലെന്നല്ലേ അർത്ഥം? ഇങ്ങനെയുള്ള കുസൃതി ചോദ്യങ്ങളിലൂടെ ചെറുപ്പകാലത്ത് തന്നെ ചിന്താഗതി മാറി കൊണ്ടുവന്ന ആളാണ് ശിവയോഗി. ഈ സംശയവും ചോദ്യം ചെയ്യലും, ഇത് എപ്പോഴും പുസ്തകം വായന, ഇത് പഴയ നമ്മുടെ പുരാണങ്ങളെല്ലാം എടുത്ത് വായിക്കുക, ഉപനിഷത്തെല്ലാം വായിക്കുക, ഇതൊക്കെ ഒരു ശീലമായി. ഇദ്ദേഹത്തിന് മൂത്ത മക്കളിൽ ആൺമക്കളിൽ മൂത്തായതുകൊണ്ട് ഇദ്ദേഹം ഭാഗം പിരിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ടൊരു വീട് വെച്ചു കൊല്ലങ്കോട്. അച്ഛനും അമ്മയും ഇദ്ദേഹവും അനിയന്മാരൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ എപ്പോഴും പുസ്തകം വായന. മകൻ മുനിയായി തീരുമോ എന്ന് ഭയപ്പെട്ട് ഒരു കല്യാണം കഴിപ്പിച്ചു മാതാപിതാക്കൾ. താവുക്കുട്ടി എന്നാണ് വടവന്നൂരിലുള്ള, അടുത്ത് തന്നെ ആലത്തൂരിനടുത്ത് വടവന്നൂരിലുള്ള ഒരു സ്ത്രീയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അവരെ ശിഷ്യയായിട്ടാണ് അദ്ദേഹം പിൽക്കാലത്ത് കണ്ടത്. അവർക്ക് മക്കളൊന്നുമില്ല. ഇദ്ദേഹത്തിന് അംശം മേനോൻ എന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉദ്യോഗം ചെയ്യേണ്ടതായിട്ട് വന്നു. അന്ന് ചില നായർ തറവാടുകളിലുള്ളവർക്ക് മാത്രമേ ഇതിനുള്ള അധികാരമുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ മൂത്ത ആൾ ഇദ്ദേഹം ആയതുകൊണ്ട് അംശം മേനോൻ, അതെന്താണെന്ന് എനിക്കും അറിഞ്ഞുകൂടാ, കണക്കെഴുത്തോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഈ അംശം മേനോൻ എന്നുള്ള ജോലി ഇദ്ദേഹത്തിന് വളരെ ഒരു ഭാരമായിട്ട് തോന്നി. ഇദ്ദേഹം അത് ഉപേക്ഷിച്ചു. ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായ പാറമ്പത്ത് ഗോവിന്ദ മേനോൻ്റെ ക്ഷണപ്രകാരം, വക്കീലാണ് പാറമ്പത്ത് ഗോവിന്ദ മേനോൻ, അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം കോഴിക്കോട് നേറ്റീവ് സ്കൂൾ, അന്ന് നേറ്റീവ് സ്കൂളാണ്, ഇന്നത് ഗണപതി സ്കൂൾ എന്നറിയപ്പെടുന്നു, ആ നേറ്റീവ് സ്കൂളിൽ സംസ്കൃതം പഠിപ്പിക്കാനായിട്ട് ക്ഷണമുണ്ടായി. ഇദ്ദേഹം കോഴിക്കോടേക്ക് പോയി. അവിടെ യുക്തിവാദി കൃഷ്ണൻ വക്കീൽ, മഞ്ചേരി രാമയ്യർ, അയ്യത്താൻ ഗോപാലൻ തുടങ്ങിയ ആളുകളുമായിട്ട് അടുത്തു.
ഈ അയ്യത്താൻ ഗോപാലനാണ് ഇദ്ദേഹത്തെ ബ്രഹ്മസമാജത്തിലേക്ക് എത്തിക്കുന്നത്. അന്ന് ആര്യസമാജവും ബ്രഹ്മസമാജവും ഹിന്ദുമത നവീകരണത്തിന് വേണ്ടി ഉത്സാഹിച്ചു കൊണ്ടിരുന്ന ഗ്രൂപ്പുകളാണ്. ഈ ബ്രഹ്മസമാജം രാജാറാം മോഹൻ റായ്, ആര്യസമാജം ദയാനന്ദ സരസ്വതി, അവർ തമ്മിലുള്ള വൈജാത്യം എന്താണെന്ന് വെച്ചാൽ ആര്യസമാജത്തിൽ വേദത്തിൻ്റെ പ്രാമാണികത്വം, യാഗാനുഷ്ഠാനങ്ങൾ ഇവയൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. ബ്രഹ്മസമാജത്തിൽ അതൊന്നുമില്ല. ഈ നാരായണഗുരുവിൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ളത് വാസ്തവത്തിൽ ബ്രഹ്മസമാജക്കാരുടെ ഐഡിയോളജിയാണ്. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാൻ ജഗത് എന്നായിരുന്നു ഇവരുടെ പ്രാർത്ഥനാ മന്ത്രം. അവിടെ വെച്ചിട്ടാണ് ബ്രഹ്മസമാജക്കാർ ഒരു കീർത്തനം എഴുതി, കാവ്യം എഴുതി തരണമെന്ന് പറഞ്ഞ് ശിവയോഗിയോട് അപേക്ഷിക്കുകയും ബ്രഹ്മസങ്കീർത്തനം എന്ന് പറഞ്ഞൊരു കാവ്യം ശിവയോഗി എഴുതി കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. ആ ശിവയോടുള്ള ബഹുമാനാർത്ഥം ഇവർ ബ്രഹ്മാനന്ദ സ്വാമി എന്ന് അദ്ദേഹത്തെ വിളിച്ചു. അല്ലാതെ ഇദ്ദേഹം സ്വയം പേര് ബ്രഹ്മാനന്ദ സ്വാമി എന്ന് ഇട്ടതല്ല. ഇദ്ദേഹം ഗോവിന്ദൻകുട്ടി മേനോൻ തന്നെയാണ്. ബ്രഹ്മസമാജക്കാരാണ് ആദ്യമായിട്ട് ബ്രഹ്മാനന്ദ സ്വാമി എന്ന് അത് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അത് ഇദ്ദേഹത്തിൻ്റെ തലയിൽ വീണതാണ്. അന്ന് ഇദ്ദേഹം കാവ്യവസ്ത്രമൊന്നും ഉപയോഗിച്ചുകൊണ്ടിരുന്നില്ല, കോഴിക്കോട് സ്കൂൾ മാഷായിരിക്കുന്ന കാലത്ത്. അപ്പു നെടുങ്ങാടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പു നെടുങ്ങാടി കുന്തലതയുടെ കർത്താവാണ്. കേരളത്തിലെ ആദ്യത്തെ നോവലായ കുന്തലതയുടെ കർത്താവായ അപ്പു നെടുങ്ങാടി ബാങ്കിൻ്റെ സ്ഥാപകനും കൂടിയാണ്. ഇപ്പോൾ നെടുങ്ങാടി ബാങ്ക് ഇല്ല. ഈ അപ്പു നെടുങ്ങാടിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. 1893 വരെ ഇദ്ദേഹം അവിടെ ജോലി ചെയ്തു. 1899 വരെ 1899 വരെ ഇദ്ദേഹം അവിടെ ജോലി ചെയ്തു. 1899 അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ആലത്തൂർ മിഡിൽ സ്കൂളിൽ ജോലി ലഭിക്കുകയും ആലത്തൂർ വന്നിട്ട് താമസമാക്കുകയും ചെയ്തു. കോഴിക്കോടിൽ നിന്ന് ആലത്തൂർ വന്ന് താമസമാക്കുകയും ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ കുറച്ചുകൂടി സഹായമായി. കാരണം ടൗണിലുള്ളതിനെക്കാട്ടിലും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാനും ചിന്തിക്കാനും ആളുകളുമായിട്ട് ഇത്തരം ആധ്യാത്മിക വിഷയങ്ങൾ ചർച്ച ചെയ്യാനും എല്ലാം പറ്റിയ സ്ഥലം ആലത്തൂർ തന്നെയായിരുന്നു. 1893 ആദ്യ കൃതിയായ ശിവയോഗ രഹസ്യം പബ്ലിഷാവുന്നത്. ശിവയോഗ രഹസ്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ 41-ാം വയസ്സിലാണ്. അന്ന് ഇദ്ദേഹം പൂർണ്ണത പ്രാപിച്ചിട്ടില്ല. ശിവയോഗ രഹസ്യം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ദൈവങ്ങളെ സ്തുതിക്കുക, സുബ്രഹ്മണ്യൻ, പാർവതി, ശിവൻ മുതലായവരെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ആൾരൂപത്തിലല്ലെങ്കിലും ഒരു യോഗപരമായ രീതിയിലാണ് ശിവയോഗ രഹസ്യം ഇറങ്ങിയത്. 1899 ശ്രീവിദ്യാഭൂഷണി എന്ന് പറഞ്ഞ പുസ്തകം ഇറങ്ങുന്നത്. അന്ന് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നവരായിട്ട് ആരും ഇല്ലായിരുന്നു. വേണമെങ്കിൽ പറയാം, ശിവയോഗിയാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആദ്യമായി ഒരു പുസ്തകം എഴുതിയ ആൾ കേരളത്തിൽ. സ്ത്രീകളെ വിദ്യ അഭ്യസിക്കുകിൽ പോകും തന്നെ പാതിവൃത്യമെന്ന് ലോകത്തിൽ ചിലർ വാദിച്ചു കൊള്ളുന്നു, മൂഢപക്ഷമാണതെന്നേ പറയേണ്ടു. ശ്രീവിദ്യാഭൂഷണിയിലെ വരികളാണ്. 19-ാം നൂറ്റാണ്ടിലെ ഈ കൃതി യാഥാസ്ഥികരെ വിറളി പിടിപ്പിച്ചു എന്നാണ് പവൻ സാർ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം 1899 മുതൽ ആലത്തൂർ സ്ഥിരതാമസമായി വാനൂരിൽ സിദ്ധാശ്രമം പണിതു. അവിടെ വെച്ചിട്ടാണ് മോക്ഷപ്രദീപം എഴുതുന്നത്. 1905 മോക്ഷപ്രദീപം ഒരു ചിന്താവിപ്ലവം തന്നെയായിരുന്നു. 1905 പ്രസിദ്ധീകരിച്ചെങ്കിലും ഇത് കുറച്ചുകൂടെ മുമ്പ് എഴുതിയിരിക്കാം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കാരണം പ്രസിദ്ധീകരിക്കാനുള്ള പണമില്ലാത്തതുകൊണ്ട് അത് സംഘടിപ്പിക്കാനായിട്ട് 2-3 വർഷം താമസിച്ചിട്ടുണ്ട്. ഏകദേശം ഇതിനോടൊപ്പം തന്നെയാണ് സിദ്ധാനുഭൂതിയും ഇറങ്ങിയിരിക്കുന്നത്. സിദ്ധാനുഭൂതി എന്ന് പറഞ്ഞിട്ടൊരു പദ്യകൃതിയാണ്. അത് 1903 ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ മോക്ഷപ്രദീപമാണ് ശിവയോഗിയുടെ ആസ്തികപരമായ അവസാനത്തെ പുസ്തകം എന്ന് പറയാം. മോക്ഷപ്രദീപം ഇരുകൂട്ടർക്കും രസിക്കാവുന്ന വിധത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതൊരു അദ്വൈതി വായിച്ചാലും ഒരു ഈശ്വരവിശ്വാസി വായിച്ചാലും ഒരു യുക്തിവാദി വായിച്ചാലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണ് മോക്ഷപ്രദീപം. അതിനുശേഷം ആനന്ദ കൽപ്പദ്രുമം 1906 എഴുതി.
ആനന്ദസൂത്രം 1910 എഴുതി. അപ്പോഴേക്കൊക്കെ ചിന്തകൾ കുറേം കൂടെ പുരോഗമിച്ചു. 1914 രാജയോഗ പരസ്യം, 16 ആനന്ദവിമാനം. ഈ ആനന്ദവിമാനം എന്നുള്ള പുസ്തകം ആക്ഷേപ സമാധാനത്തിൻ്റെ രീതിയിലാണ്. ഇദ്ദേഹത്തിനെ പലരും വിമർശിക്കുക, അതിന് ഇദ്ദേഹം മറുപടി പറയുക. ആ രീതിയിലാണ് ആനന്ദവിമാനം എന്നുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത്. 1919 ആനന്ദ മതപരസ്യം. 1924 ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിക്കുന്നത്. ആദ്യം സ്ഥാപിച്ചത് വാനൂരിലായിരുന്നു. വാനൂർ ആലത്തൂരിന് കുറച്ച് അപ്പുറമായിരുന്നു. അവിടെ നിന്ന് ആലത്തൂരിൽ വന്ന് 1924 അവിടെ വെച്ചിട്ടാണ് പ്രശസ്തങ്ങളായ 2 കൃതികൾ വീണ്ടും ഉത്ഭവിക്കുന്നത്. ആനന്ദാദർശം 1927. ഇതാണ് യുക്തിവാദികൾ വായിച്ചിരിക്കേണ്ട പുസ്തകം. 1927 ആനന്ദാദർശം എന്ന്. അദ്ദേഹത്തിന് വയസ്സപ്പോൾ 75. ഒരാളുടെ ചിന്തകൾ പുരോഗമിക്കുന്നത് അവസാന കാലത്തായിരിക്കും നേച്ചുറലായിട്ട്. ചെറുപ്പം മുതലേ നമ്മൾ ചിന്തിച്ച് ആദ്യമേ എല്ലാവരും ജനിച്ച് വീഴുന്നത് യുക്തിവാദിയായിട്ടല്ലല്ലോ. നമ്മൾ ജനിച്ച് വീഴുന്നത് ആസ്തികന്മാരുടെ വീട്ടിൻ്റെ ഉള്ളിലാണ്. അവിടെ നമ്മൾ വളർന്നു വലുതായ ചിന്തകൾ വിപുലമാകുമ്പോഴാണ് അത് പ്രായമാവുന്നതോറും കൂടിക്കൂടി വരും. അത് നാരായണ ഗുരുവിലും കാണാം, ശിവയോഗിയിലും കാണാം, ശങ്കരാചാര്യരിലും കാണാം, എല്ലാവരിലും കാണുന്നൊരു വിശേഷമാണ്. അപ്പോൾ 1929 മരിക്കുന്നത്. 27 ആനന്ദാദർശവും 28 അവസാന പുസ്തകമായ ആനന്ദാദർശാംശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ ആനന്ദാദർശത്തിൽ പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞ ചെറിയ അതിൻ്റെ പോയിൻറ്റ്സ് മാത്രം എടുത്തിട്ട് എഴുതിയ പുസ്തകമാണ് അംശം. അതിൻ്റെ ഒരു അംശം. മെയിൻ പുസ്തകം എന്ന് പറയുന്നത് ആനന്ദാദർശം തന്നെയാണ്. 1918 ആനന്ദ മഹാസഭ രൂപം കൊണ്ടു. കണ്ണൂർ, കല്യാശ്ശേരി, ഷൊർണൂർ, തിരുവാഴിയോട്, കൊച്ചിയിലെ ഗോശ്രീ, പെരിങ്ങോട്ടുകര, ഇഞ്ചിമുടി, മറവഞ്ചേരി, തിരുവിതാംകൂറിൽ കോട്ടയം, മംഗലം, ഓതറ തുടങ്ങി സിലോണിൽ, കൊളംബിലും യോഗശാലകൾ രൂപം കൊണ്ടു. ശിവയോഗിയുടെ ആദർശത്തിൽ ആകൃഷ്ടരായ ജനങ്ങൾ യോഗശാല എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗ ചിത്തവൃത്തി നിരോധ. ശിവയോഗി പറഞ്ഞിട്ടുള്ള യോഗം എന്ന് പറയുന്നത് നിശ്ചിന്തനമാണ്. ഈ മതങ്ങളെല്ലാം അദ്ദേഹം നിഷേധിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? യോഗത്തെ സ്ഥാപിക്കാൻ. യോഗം എന്ന് പറഞ്ഞാൽ അലയുന്ന മനസ്സിനെ ഒതുക്കാൻ പഠിക്കുക. എല്ലാ മതങ്ങളുടെയും സാരം ഇതൊക്കെ തന്നെയാണ്. പക്ഷേ അത് വേറിട്ട് പോയി പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശിവയോഗി ഇതിനെ ഒന്ന് എടുത്ത് പുറത്തിട്ടു. രത്നാകരം എന്ന് പറയും സമുദ്രത്തിൽ. അങ്ങനെ പേര് വരാൻ കാരണം അതിലെവിടെയോ രത്നമുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ മുങ്ങിത്തപ്പിയാലൊന്നും കാണില്ല. അതുപോലെ മതങ്ങളിൽ അവിടെ എവിടെയായിട്ട് ചിതറിക്കിടക്കുന്ന ഈ യോഗാംശത്തെ അടുത്ത് ജനങ്ങളുടെ മുമ്പിൽ ഇട്ട് കൊടുത്ത ആളാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. ഏറ്റുമാനൂർ, ചേർത്തല, ആറ്റിങ്ങൽ, തിരുവനന്തപുരം മുതലായ സ്ഥലങ്ങളിൽ ആനന്ദ സമാജങ്ങൾ രൂപം കൊണ്ടു. യോഗശാല, ആനന്ദ സമാജം, ഈ ആനന്ദ സമാജങ്ങളെല്ലാം ചേർന്നതാണ് ആനന്ദ മഹാസഭ. ആശയങ്ങൾക്ക് കൂടുതൽ പ്രചാരം കിട്ടിയത് കണ്ണൂരിലായിരുന്നു. കണ്ണൂരിൽ ആനന്ദ ചന്ദ്രോദയ യോഗശാല ഇപ്പോഴും ഉണ്ട്. അഴീക്കോട് യോഗശാലയുണ്ട്. 1910 ശിവയോഗി കോഴിക്കോട് ടൗൺ ഹാളിൽ നടത്തിയ പ്രസംഗമാണ് വാഗ്ഭടാനന്ദനെ മുഖ്യ ശിഷ്യനായി ആകർഷിക്കാൻ കാരണമായത്. വാഗ്ഭടാനന്ദൻ VK ഗുരുക്കൾ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം ശിവയോഗിയുടെ ശിഷ്യനാണ്. VK ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്നുള്ള പേര് നൽകിയത് തന്നെ ശിവയോഗിയാണ്. സരസ്വതി സദ്ഭടനായി വാക്കിനാൽ സദസ്സിൽ ആനന്ദം അതീവ ചേർക്കയാൽ സുവാഗ്ഭടാനന്ദ വിശേഷ സംജ്ഞയെ സുഖേന കൈക്കൊള്ളുക ജയിക്ക മംഗളം. ഇങ്ങനെ ശിവയോഗി വാഗ്ഭടാനന്ദനെ അനുഗ്രഹിച്ച് എഴുതിയ പദ്യമാണ്. ഇതാണ് 1929 സെപ്റ്റംബർ 10 അദ്ദേഹം ആലത്തൂർ വെച്ചിട്ട് ആശ്രമത്തിൽ വെച്ചിട്ടാണ് സമാധി കൊള്ളുന്നത്. ഇപ്പം നാരായണ ഗുരുവിൻ്റെ ദൈവദശകം, ഞാൻ ഇവരുടെ വൈജാത്യങ്ങളെ പറ്റി പറയാൻ പോവാണ്. ദൈവദശകം 1914 ഷഷ്ടിപൂർത്തിയുടെ സമയത്താണ് നാരായണ ഗുരു എഴുതിയിട്ടുള്ളത്. 60 വയസ്സ്. അപ്പോൾ ചിന്തകൾ
അങ്ങേയറ്റത്ത് എത്തിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. 60 വയസ്സ് എന്ന് പറയുന്ന ഒരാളുടെ നല്ലൊരു മെച്യൂറായിട്ടുള്ള കാലമാണ്. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻപദം. നാരായണ ഗുരു ദൈവദശകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ദൈവസങ്കല്പം 60-ാം വയസ്സിൽ എന്തായിരുന്നു? അന്നം വസ്ത്രം മുട്ടാതെ തരുന്ന ഒരു തമ്പുരാൻ. അങ്ങനെ ഒരു തമ്പുരാനെ കൈ തൊഴുക. ഇത് വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നാരായണ ഗുരുവിനെ വിമർശിക്കപ്പെടേണ്ടതാണ്. അന്നവസ്ത്രാദി മുട്ടാതെ തരുന്ന തമ്പുരാനാണോ ദൈവം എന്ന് ചോദിക്കാൻ ശിവയോഗിയോ ശിവയോഗിയുടെ ശിഷ്യന്മാരോ വാഗ്ഭടാനന്ദനോ അന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. ഇന്നത് ചോദിക്കാൻ ആരുമില്ല. ഇതാണോ ദൈവസങ്കല്പം? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഏതാ? നാരായണ ഗുരു പറഞ്ഞോ? ഏതാ ഒരു ജാതി എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. മനുഷ്യജാതി അന്ന് വേണമെങ്കിൽ പറയാം. അപ്പം മതമോ? മനുഷ്യമതം. അപ്പോൾ ദൈവമോ? മനുഷ്യ ദൈവം. ഏതാ മനുഷ്യ ദൈവം? ആൾ ദൈവങ്ങളാ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം ഒരു വിപ്ലവമേ അല്ല. എനിക്ക് തോന്നുന്നില്ല വിപ്ലവമാണെന്ന്. ഏത് ജാതി ചോദിച്ചാൽ മറുപടിയില്ല, ഏത് മതം ചോദിച്ചാൽ മറുപടിയില്ല, ഏത് ദൈവം എന്ന് ചോദിച്ചാൽ മറുപടി. ദൈവം എന്തിനാ മനുഷ്യനെ? അതല്ലേ സഹോദരനായിപ്പം പറഞ്ഞത്, ദൈവം വേണ്ട മനുഷ്യനെ. ശിവയോഗി അത് തന്നെയാണ് പറഞ്ഞത്. ഏത് ദൈവം? ആരാ ദൈവം? ദൈവത്തെ ആരാധിക്കണം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തെ പ്രതിഷ്ഠിച്ചാൽ വിപ്ലവമാവുമോ? ബ്രാഹ്മണൻ പ്രതിഷ്ഠിക്കുന്നു, അതുകൊണ്ട് എനിക്കും പ്രതിഷ്ഠിക്കാം, അവകാശമുണ്ട്. എന്താവകാശം? ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണ് സാധ്യമാവുന്നത്? നിങ്ങളുടെ എന്താണ് നിറവേറ്റപ്പെടുന്നത്? ഇതൊരു വിപ്ലവമാണോ? ഇത് ഞാൻ പറയുന്നത് നമ്മൾ വിമർശനപരമായി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നാരായണ ഗുരുവിന് താത്തി പറയില്ല. അദ്ദേഹം ആ കാലഘട്ടത്തിൽ അതൊരു ആവശ്യമായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം, ശരിയാണ്. പക്ഷേ ശിവയോഗി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ നാരായണ ഗുരുവിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഞാൻ അതിവിടെ വായിക്കാം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് നാരായണ ഗുരു പറഞ്ഞു. മതം ഏതായാലും മനുഷ്യൻ നന്നാവില്ല, മനസ്സ് നന്നാവണം എന്ന് ശിവയോഗി തിരുത്തി. മതം ഏതായിട്ട് എന്താ കാര്യം? നമ്മൾ നന്നാവില്ല. സർവമതസാരവും ഏകം എന്ന് നാരായണ ഗുരു പറഞ്ഞു. എന്താ സർവമതസാരം? അത് പറഞ്ഞില്ല. മതത്തിൽ ദോഷമുണ്ടെന്ന് ആ വശം പറഞ്ഞില്ല. മതങ്ങളുടെ ദോഷവശം, ഇങ്ങനെയുള്ള നിഷേധങ്ങൾ കൊണ്ടാണ് ശിവയോഗി അറിയപ്പെടാതെ പോയത്. മതങ്ങളിൽ ദോഷമുണ്ട് എന്ന് പറയാൻ നാരായണ ഗുരുവിന് കഴിഞ്ഞില്ല, ശ്രീ ശങ്കരാചാര്യർക്ക് കഴിഞ്ഞില്ല, വിവേകാനന്ദന് കഴിഞ്ഞില്ല, വിവേകാനന്ദൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസന് കഴിഞ്ഞില്ല. ശിവയോഗിക്ക് മാത്രമേ അത് കഴിഞ്ഞുള്ളൂ. ശിവയോഗി പറഞ്ഞു, മതദോഷം മത്സരമുണ്ടാക്കുന്നു, മതദോഷം തല്ലിച്ചു കൊല്ലിക്കുന്നു, മതദോഷം അറിയാത്ത വിദ്വാൻമാർ മുക്തിക്ക് മഹത്താം ശത്രുജ്ഞാനപ്പെണ്ണെ. മതദോഷം അറിയാത്ത വിദ്വാന്മാരാണ് അന്നും ഇന്നും നമ്മുടെ മുക്തിക്ക് ശത്രുവായിട്ടുള്ളത്. മുക്തി എന്ന് പറഞ്ഞാൽ മോചനം, അല്ലാതെ പരലോകത്ത് പോയിട്ടുള്ള മുക്തി ശിവയോഗി വിശ്വസിക്കുന്നില്ല. മനസ്സിനപ്പുറം ഒരു ആത്മാവില്ല, മനസ്സിനപ്പുറം ഒരു ഈശ്വരനുമില്ല. മനസ്സ് എന്നുള്ള പോയിന്റിലേക്കാണ് ശിവയോഗി എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇതിനെ ഖണ്ഡിക്കാൻ ആർക്കും സാധ്യമല്ല, ഇന്നുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ പക്ഷേ നമുക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചിന്തിക്കാനുണ്ടെങ്കിൽ ചിന്തിക്കാം. മനസ്സിനെക്കുറിച്ച് ഇനിയും കൂടുതൽ അറിയേണ്ട പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ശിവയോഗി നിർത്തിയിടത്തുനിന്ന് നമുക്ക് തുടങ്ങാവുന്നതാണ്. ശിവയോഗി അടിവരയിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. ശിവയോഗി പറഞ്ഞത് ഈശ്വരനും ആത്മാവൻ മനസ്സ് തന്നെയാണ്, മനസ്സിനപ്പുറം ഒന്നുമില്ല എന്ന് പറഞ്ഞു. ആ മനസ്സ് എന്താണ്? അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? ജീവിച്ചിരിക്കുമ്പോഴാണ് മുക്തി. മുക്തി എന്ന് പറഞ്ഞാൽ വേർവിടൽ എന്നാണ് അർത്ഥം. ഏതിൽ നിന്നുള്ള വേർവിടൽ? ദുഃഖത്തിൽ നിന്നുള്ള വേർവിടൽ. മനുഷ്യൻ പല കാരണങ്ങളാലും ദുഃഖിക്കുന്നവനാണ്. അതിൽ നിന്നൊരു വേർവിടൽ, മുക്തി ഉണ്ടാവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇത് ജീവിച്ചിരിക്കുമ്പോഴാണ് വേണ്ടത്, മരിച്ചിട്ടല്ല. മനസ്സെന്ന് പറയുന്നത് തലച്ചോറിലാണ്. ഇത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് ജീവിക്കുന്നില്ല.
ആത്മാവെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ശ്രീശങ്കരൻ്റെ അദ്വൈതത്തെ ബ്രഹ്മാനന്ദ സ്വാമി എതിർക്കുന്നു. സാറ് പ്രസംഗിക്കുകയുണ്ടായി ശ്രീശങ്കരൻ്റെ അദ്വൈതവുമായിട്ട് ചില വൈജാത്യങ്ങൾ നാരായണ ഗുരുവിനുണ്ടെന്ന്. എന്നാൽ എതിർത്തിട്ടില്ല. ഇന്നലെ ഞാൻ കാലടി അദ്വൈതാശ്രമത്തിൽ പോയി. ഉള്ളിൽ പോയില്ല, ആ വഴിയെ പോയി. അപ്പം മതിലിൽ എഴുതി വച്ചിരിക്കണു നാരായണ ഗുരുവിൻ്റെ വചനങ്ങൾ. പുനർജന്മം ഇല്ലെന്ന് പറയുന്നത് യുക്തിക്കും അനുഭവത്തിനും യോജിക്കുന്നതല്ല. നമുക്കാർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താ യുക്തി? പുനർജന്മത്തിന് എന്താ യുക്തി? പുനർജന്മം ഉള്ളതായിട്ട് ആർക്കാ അനുഭവം? എനിക്കറിയില്ല. നാരായണ ഗുരുവിൻ്റെ വചനമാണ്. ശിവയോഗി പറഞ്ഞു പുനർജന്മമൊന്നുമില്ല, ഇപ്പോൾ ഉള്ളതേ ഉള്ളൂ. പുനർജന്മം ഉള്ളത് ഉണ്ടെന്ന് പറയുന്നതാണോ ഇല്ല എന്ന് പറയുന്നതാണോ യുക്തി? നാരായണ ഗുരു പറയുന്നത് പുനർജന്മം ഇല്ല എന്ന് പറയാൻ യുക്തിയില്ല എന്ന്. ശിവയോഗി പറയുന്നു പുനർജന്മം ഉണ്ടെന്ന് പറയാൻ യാതൊരു യുക്തിയില്ല, ആർക്കോട്ട് അനുഭവമില്ല. ഇതാണ് ഇവരുടെ തമ്മിലുള്ള പല വൈജാത്യങ്ങളിലൊന്ന്. വിഗ്രഹപ്രതിഷ്ഠയൊക്കെ പോട്ടെ, അതൊക്കെ ഇരിക്കട്ടെ, അത് വരുന്നു. ഇപ്പോൾ പുനർജന്മം ഉണ്ടെന്ന് നാരായണ ഗുരു വിശ്വസിക്കുന്നു. ഇത് അദ്വൈതത്തിൽ നിന്ന് കിട്ടിയ ഒരു അവാർഡാണ്, ഒരു സമ്മാനമാണ്. അദ്വൈതം എന്ന് പറയുന്നത് ഈശ്വരനെ നിഷേധിക്കുന്നില്ല. ഈശ്വരാനുഗ്രഹ ദേവപുംസാം അദ്വൈത വാസന എന്നാണ് അവധൂത ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അദ്വൈതത്തിൽ ഒരാൾക്ക് വാസന ഉണ്ടാവണമെങ്കിൽ ആദ്യം ഈശ്വരവിശ്വാസം വേണം, ഈശ്വരാനുഗ്രഹം വേണം എന്നുള്ളതാണ് വേദാന്തം പറയുന്നത്. അപ്പോൾ പോയില്ലേ കാര്യം? ഈശ്വരവിശ്വാസം ഇല്ലാത്തവർക്ക് യുക്തിവാദിക്ക് അദ്വൈതം പഠിക്കാൻ അവകാശമില്ല. അപ്പോൾ അദ്വൈതം, നാരായണ ഗുരു അദ്വൈതത്തിൽ വിശ്വസിച്ച ആളാണ്, ഈശ്വരവിശ്വാസിയാണ്. എല്ലാവരും വീട്ടിൽ ആരാധനിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്വൈതാശ്രമത്തിൻ്റെ ചെമ്മരിൽ ഇന്നലെ ഞാൻ കണ്ടു. എല്ലാവരും വീട്ടിൽ ദൈവത്തെ ആരാധിക്കണം. ഏത് ദൈവത്തെയാണ് എനിക്കറിയില്ല. ഞാൻ ആരാധിക്കുന്ന ദൈവത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? എന്താ ദൈവം? നാരായണ ഗുരുവിൻ്റെ വചനങ്ങൾ അവിടെ എഴുതി വച്ചിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള സകലവിധ ആരാധനാ സമ്പ്രദായങ്ങളെ എതിർത്ത ആളാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. ഗീത നിഷ്കാമകർമ്മത്തെ അരുളിയിരിക്കുന്നുവെന്നോർത്തു നിങ്ങൾ ചേതോ മോഹത്തിനെ പൂണ്ടഹഹ സുഖകരം രാജയോഗം വെടിഞ്ഞാൽ സ്ഫീതാനന്ദം ലഭിക്ക പെരുവഴി അതിലായി അർജുനൻ ചെത്ത പോലെ പാദം നേരിട്ടു ചാകും വിടുക ഹേ ഈ കർമ്മകാണ്ഡ ഭ്രമത്തെ. ഇത് ഉപായക്കാരെ കൊണ്ട് പറയാൻ പറ്റുമോ? ഗീതയും കൊണ്ട് തലയിലേറ്റി നടക്കുന്നുണ്ടല്ലോ ഇവിടെ സ്വാമിമാർ. ഗീത കോളേജ്, ഗീത സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് ഗീത? ഞാൻ സന്ദീപാനന്ദയ്ക്ക് എഴുതി. ഇപ്പോൾ ഉള്ളതിൽ സന്ദീപാനന്ദയാണ് കുറച്ച് മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ആളെന്ന് എന്നാണ് വെപ്പ്. ഞാൻ അദ്ദേഹത്തിന് ഇമെയിൽ അയച്ചു. ഗീത നിഷ്കാമകർമ്മത്തെ അരുളിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അർജുനൻ എന്തുണ്ടായത്? അവസാനം അർജുനൻ പെരുവഴിയിൽ വീണ് മരിക്കേണ്ടായത്. ഗീത മുഴുവൻ കേട്ട ആളാ, ശ്രീകൃഷ്ണനിൽ നിന്ന് നേരിട്ട് കേട്ട ആളാ അർജുനൻ. നമ്മളെപ്പോലെയല്ല. അർജുനൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് ശ്രീകൃഷ്ണൻ. അങ്ങനെ ബന്ധുക്കളുമാണ്, ശിഷ്യനുമാണ്, രഥം തെളിക്കുന്ന ആളുമാണ്. ഇങ്ങനെയെല്ലാമുള്ള അർജുനൻ ശ്രീകൃഷ്ണനിൽ നിന്ന് നേരിട്ട് ഗീത കേട്ടിട്ട് അവസാനം എന്തുണ്ടായി? പെരുവഴിയിൽ വീണ് മരിച്ചു. ഇങ്ങനെയുള്ള ഗീത കൊണ്ട് നമുക്കെന്താ ഉപയോഗം സ്വാമി എന്ന് ചോദിച്ചിട്ട് ഞാൻ സന്ദീപാനന്ദയ്ക്ക് എഴുതി. അദ്ദേഹം എവിടെയും തൊടാതെ ഒരു മറുപടി ഇമെയിലിൽ. അത് അന്ന് ഗീത അർജുനന് ഉപകരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉപകരിച്ച് കൂടാന്നില്ല എന്നും പറഞ്ഞിട്ടൊരു മറുപടി അയച്ചു. ഇതിനാണ് ഗീത സ്കൂള്, ഗീത കോളേജ്. പിന്നെ ഭൂമാനന്ദ സ്വാമി കുറച്ച് മോഡേൺ ആയിട്ട് പറയുന്ന ആളാണ്. പറയുമ്പോൾ എല്ലാം നമുക്ക് ശരിയാണെന്ന് തോന്നും. പക്ഷെ അദ്ദേഹം വിഷ്ണുവിനെ പൂജിക്കാൻ പറയണം. അവസാനം ഏഷ്യാനെറ്റിൽ രാവിലെ 6:15 അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ട്. നല്ല കാര്യമായിട്ട് ഗീതയെ വ്യാഖ്യാനിക്കുന്ന ആളാണ്. ഗീതയെ മാത്രമല്ല പല ഉപനിഷത്തുക്കളെല്ലാം വ്യാഖ്യാനിക്കുന്ന ആളാണ്. പക്ഷെ ഇവർക്കെല്ലാം പറ്റണത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവരെല്ലാം അദ്വൈതവാദികളാണ്. അദ്വൈതത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു തന്നെ ഈശ്വരാനുഗ്രഹ ദേവപുംസാം അദ്വൈത വാസന എന്നുള്ളതാണ് അവധൂത ഗീതയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈശ്വരാനുഗ്രഹം ഇല്ലാത്തവന് അദ്വൈതം വശാവില്ല. അപ്പോൾ ഈശ്വരാനുഗ്രഹം വേണം. അങ്ങനെ വിശ്വസിച്ചവരാണ്. പൂർവന്മാരെ വിശ്വസിക്കുക, പൂർവന്മാർ പറഞ്ഞതിനെ ഖണ്ഡിക്കാതിരിക്കുക. ഇതാണ് സ്വാമിമാർക്ക് പറ്റിയ പറ്റ്. ഗീതയെ കൊണ്ട് നടക്കുന്നവരെ ഇതൊക്കെ വായിക്കണം. ബ്രഹ്മാനന്ദ സ്വാമി ഗീതയ്ക്ക് വേണ്ടി മോക്ഷപുരത്തിൽ ഒരു അധ്യായം തന്നെ നീക്കി വെച്ചിട്ടുണ്ട്.
യോഗപരമായി ഗീതയെ വ്യാഖ്യാനിക്കുന്ന ഒരു ചാപ്റ്റർ. ഇതിലെന്താ പറയുന്നത്? പിതാമഹസ്യ ജഗതോ മാതാ ദാതാ പിതാമഹ. ഞാൻ ഈ ലോകത്തിൻ്റെ പിതാവും മാതാവും പിതാമഹനുമാണെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. എന്നിട്ടാണോ ഇവിടെ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ജനങ്ങൾക്ക്? വെള്ളപ്പൊക്കം, വരൾച്ച, ദുരിതങ്ങൾ. സമൂഹം സർവഭൂതേഷു രമേ ദ്വേഷോസി ന പ്രിയ. ഞാൻ എല്ലാവരിലും ഒരുപോലെയാണ്, സമനാണ്. എനിക്ക് ദ്വേഷന്മാരും പ്രിയന്മാരും ഇല്ല എന്നാണ് ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ ആൾ അടുത്ത ചാപ്റ്ററിൽ പറയുന്നു, ഇഷ്ടോസിമേ ദൃഢമസി തതോ വക്ഷ്യാമി ദേഹിതം. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് അർജുന, അതുകൊണ്ട് ഞാൻ നിനക്കിതാ ഉപദേശിക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞതിന് വിരുദ്ധമല്ലേ ഇത്? എനിക്ക് എല്ലാവരും സമന്മാരാണെന്ന് പറഞ്ഞിട്ട് നീ എനിക്ക് ഇഷ്ടനാണ്, അതുകൊണ്ട് ഞാൻ നിനക്ക് ഉപദേശിക്കാമെന്ന്. ഇങ്ങനെ ഗീതയെടുത്ത് നമുക്ക് വേണമെങ്കിൽ ഗീതയ്ക്ക് തന്നെയായിട്ടൊരു ക്ലാസ് വയ്ക്കാം. ഗീതയിൽ അപ്പടി വൈരുദ്ധ്യങ്ങളാണ്. ഈ ഗീതയാണ് ഭൂമാനന്ദ സ്വാമിയും സന്ദീപാനന്ദിയും തലയിലേറ്റ് നടക്കുന്നത്. എന്ന് മാത്രമല്ല, എല്ലാവരും ഗീത പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആയിക്കഴിഞ്ഞു എന്നാണ് വിചാരം. സാരം ഗീതയിലുണ്ട്, അതല്പം നിസ്സാരമാണധികവും. ശിവയോഗി പറഞ്ഞതാ. അവിടെ പോയി മാർക്ക്. താനഹം ദുഷത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യ ജസ്രമശുഭാനാം ആസുരേഷവ യോനിഷു. ഞാൻ ക്രൂരന്മാരെയും അധമന്മാരെയും അസുരയോനിയിൽ തള്ളിയിടുന്നു. ശ്രീകൃഷ്ണൻ പറയാ ഗീതയിൽ, അസുരയോനിയിൽ തള്ളിയിട ക്രൂരന്മാരെയും നരാധമന്മാരെയും. എന്തിനാ? നല്ല യോനിയിൽ കൊടുത്ത് ഉദ്ധരിച്ചൂടെ? ശിവയോഗി ചോദിക്കുന്ന, ഞാൻ ചോദിക്കുന്നല്ല. ഉദ്ധരിക്കാന്നല്ലേ ഉദ്ദേശം. നിങ്ങളാണെങ്കിൽ, ശ്രീകൃഷ്ണനാണെങ്കിൽ സർവശക്തനുമാണ്, ദൈവമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ദൈവത്തിന് ഇയാളെ അസുരയോനിയിൽ തള്ളിയിട്ട് വീണ്ടും വീണ്ടും കഷ്ടപ്പെടുത്തി വീണ്ടും വീണ്ടും ദുഷ്ടതരം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കണോ? ഉദ്ധരിച്ച് നന്നാക്കിക്കൂടെ? ഇതൊരു ചോദ്യമാണ്. ഇങ്ങനെ ശിവയോഗി ഗീതയിലെ അടിമുതൽ മുടിവരെ നിഷേധിച്ച ആളാണ്. നമുക്ക് വൈജാത്യങ്ങളിലേക്ക് കിടക്കാം. നാരായണ ഗുരുവും ശിവയോഗിയും തമ്മിലുള്ള വൈജാത്യങ്ങളിലേക്ക് കിടക്കാം. ശിവയോഗിയുടെ എല്ലാ പുസ്തകങ്ങളും തുടങ്ങുന്നത് ആനന്ദ ഏവ വിജയതേ മനസ്വസ്ഥദൈവ ആനന്ദ മനോജയ ഏവ മഹാജയ അഹിംസൈവ പരമോ ധർമ്മ അജ്ഞാന ദുഃഖായൈവ യജ്ഞാതികർമ്മ ആനന്ദമതമേവ സഹജം സർവേഷാം അന്യത് സർവം കൽപ്പിതം. ആനന്ദമാണ് എല്ലാവരുടെയും മതം. മനുഷ്യൻ്റെ മാത്രമല്ല, സർവ്വ ജീവജാലങ്ങളുടെയും മതം. ജനിച്ച് വീണ ഉടനെ അവൻ ആനന്ദം വേണമെന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. അവൻ ആസ്പത്രി കിടക്കാൻ സുഖമില്ല, അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ പുറത്ത് വന്നു. വയറ്റിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴുള്ള സുഖം അവനില്ല ഇപ്പോൾ കൊച്ചിന്. അപ്പോൾ ആനന്ദത്തിന് വേണ്ടിയാണ് എല്ലാ ജീവികളും ആഗ്രഹിക്കുന്നത്. ഒരു പശു, പട്ടിക്കുട്ടിയോ എന്തെങ്കിലും നമ്മളെ മുറ്റത്തുണ്ടെങ്കിൽ അവൻ ഉള്ളിൽ കയറി വന്ന് മഴ കൊള്ളാതെ രക്ഷപ്പെടാൻ നോക്കും. അവന് ആനന്ദം വേണം. അപ്പോൾ ജാതി എന്ന് പറയും, ഏതിൽ നിന്ന് ജനിച്ചോ അതാണ് ജാതി. നമ്മൾ ആനന്ദത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. ആനന്ദം തന്നെയാണ് ശക്തി, അത് തന്നെയാണ് ഈശ്വരൻ. നമ്മൾ തേടുന്നതും ആനന്ദമാണ്. ജനിച്ച് വീണന്ന് മുതൽ മരണം വരെ നമ്മൾ ആനന്ദത്തെ തേടുന്നത്. ഒരു ജലദോഷം വന്നാൽ ഓടും ആസ്പത്രിക്ക് ആനന്ദം കിട്ടാൻ. ജലദോഷം മാറി കിട്ടിയാൽ നമുക്ക് ആനന്ദമായി. അപ്പം നമ്മൾ തേടുന്നത് ആനന്ദമാണ്. അവസാനം നമ്മൾ തിരിച്ചു പോകുന്നത് ആനന്ദത്തിലേക്കാണ്. കാരണം മരണശേഷം നമുക്ക് സങ്കടങ്ങളില്ല. അത് തിരിച്ച് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവുക. തിരിച്ചു പോകണമെന്ന് നമുക്ക് പറയാം, പക്ഷേ നമ്മൾ നടന്നു പോവല്ല. നമ്മുടെ ഈ ലോകത്തിലത്തെ ദുഃഖപരമായ കാര്യങ്ങൾ തീർന്നു, വീണ്ടും നമ്മൾ ആനന്ദത്തിലേക്ക് തന്നെ ചേരണു. ഇതാണ് ശിവയോഗിയുടെ ആനന്ദ ഏവ വിജയതേ എന്നുള്ള. അത് ഒരു വരി തന്നെ നമുക്ക് ഒരുപാട് നേരം സംസാരിക്കാനുള്ളതുണ്ട്, ഒരുപാട് ചിന്തിക്കാനുള്ളതുണ്ട്. മനസ്വസ്ഥതൈവ ആനന്ദ, മനസ്വസ്ഥത കൂടിയാണ് ആനന്ദം കിട്ടുക. അസുഖം വന്നാൽ ശാരീരിക ദുഃഖം, അത് ദുഃഖം മാറുമ്പോൾ ശാരീരിക ദുഃഖം മാറുമ്പോഴാണ് മനസ്സിന് സ്വസ്ഥത വരുന്നത്. അതുവരെ നമുക്ക് സ്വസ്ഥതയില്ല. മനോജയ ഏവ മഹാജയ, മനസ്സിനെ ജയിക്കുന്നതാണ് ഏറ്റവും വലിയ ജയം. അഹിംസൈവ പരമോ ധർമ്മ, അഹിംസയാണ് പരമമായ ധർമ്മം. അഹിംസ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ സഹായിക്കുന്നതാണോ അഹിംസ? മനുഷ്യൻ കൊല്ലാതിരിക്കുന്നു, ഉപദ്രവിക്കാതിരിക്കുന്നു മാത്രമാണോ അഹിംസ? അല്ല. സർവ്വ ജീവജാലങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക, അതാണ് അഹിംസ. നമ്മൾ ചെയ്യുന്നുണ്ടോ?
എന്തിനെല്ലാം പിടിച്ച് കൊന്നു തിന്നുന്നു മനുഷ്യൻ. സസ്യങ്ങൾ ധാരാളമുണ്ട്, പഴങ്ങൾ ധാരാളമുണ്ട്, ധാന്യങ്ങൾ ധാരാളമുണ്ട്. എന്നാലും പശുവിനെയും മാടിനെയും ആടിനെയും പട്ടീനെ തിന്നുന്നവരുണ്ട്, പാമ്പിനെ തിന്നുന്നവരുണ്ട്, തവളയെ തിന്നുന്നവരുണ്ട്. എന്തിനാ ഇങ്ങനെ കൊലപാതകം ചെയ്യുന്നത്? ഇതാ ഹജ്ജിൽ പോയിട്ട് ഹാജിമാർ എന്താ ചെയ്തേക്കുന്നത്? ദശലക്ഷക്കണക്കിന് ഒട്ടകങ്ങളെ ആടുകളെയും പിടിച്ച് അറക്കുക, അവരുടെ ചോര തെറിപ്പിക്കുക, അതിൻ്റെ ബഹളം എഹള. ഇതൊരു ദൈവം പ്രീതിപ്പെടുമോ? ബലി മാത്രമല്ല, ഇത് നമ്മൾ സസ്യാഹാരം മാംസാഹാരം കഴിക്കുന്നതും തെറ്റാ. ശരിക്കും ചിന്തിച്ചാൽ നമ്മൾ ഫ്രീ തിങ്കേഴ്സാണ്. നമ്മൾ തുറന്ന് ചിന്തിക്കണം. നമ്മൾ ചെയ്യുന്നത് തെറ്റുണ്ട്, അത് സമ്മതിച്ചു. കൊല്ലുന്നത് തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വേദന പോലെയാണ് ഇന്നൊരു ജീവിക്കും വേദന എന്ന് നമുക്കെല്ലാം അറിയാം. എന്നിട്ട് നമ്മൾ കൊല്ലുന്നു. പാപമല്ലേ? പാപം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദൈവം വന്ന് കഴുത്തറക്കുന്നല്ല, ദുഷ്ടത്തരമല്ലേ ചെയ്യുന്നത്? നമ്മളെ ആശ്രയിച്ച് വളരുന്നു നമ്മുടെ വീട്ടിലെ ആട്ടുംകുട്ടി. നമ്മൾ വിളിച്ചാൽ അടുത്ത് വരുന്നു, നമ്മൾ പുല്ല് കൊടുത്താൽ തിന്നുന്നു, നമ്മളെ നക്കുന്നു. നമ്മളതിൻ്റെ യജമാനൻ എന്നാണ് അതിൻ്റെ വിചാരം. അത് അനാഥയാണ്, അതിന് ചോദിക്കാൻ ആരുമില്ല. ഇങ്ങനൊരു ജന്തുവിനെ ഒരു ദിവസം വിരുന്നുകാരൻ വരുമ്പോൾ നമ്മൾ അതിനെ പിടിച്ച് കഴുത്തറച്ച് കൊല്ലുക, അതിൻ്റെ മാംസം പാകം ചെയ്ത് ആ വിരുന്നുകാരന് കൊടുക്കുക. യജമാനൻ ആരാ? നരിയാണോ നരനാണോ എന്ന് ശിവയോഗി ചോദിക്കുന്നു. ചെയ്യാൻ പാടില്ല. ഒരു എലിയെ, ഒരു കൊതുവിനെ പോലും കൊല്ലാൻ പാടില്ലെന്നാണ് ശിവയോഗി പറയുന്നത്. അത്രയ്ക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. ഇത് ഞാൻ ഫേസ്ബുക്കിൽ പറയുമ്പോൾ ആളുകൾ എന്നെ കളിയാക്കണം. നിങ്ങൾ വെള്ളം ചൂടാക്കിയല്ലേ കുടിക്കണേ? നിങ്ങൾ രോഗം വന്നാൽ മരുന്ന് കഴിക്കുമ്പോൾ ബാക്ടീരിയ മരിക്കില്ലേ? ഇതൊക്കെ പറയാം, ഇതൊക്കെ കളിയാക്കാൻ പറയാമെന്നല്ലാതെ വാസ്തവത്തിൽ ചിന്തിച്ചാൽ മനസ്സ് വികസിച്ച ഒരു ജീവിയെ, തലച്ചോറും വികാരങ്ങളും വിചാരങ്ങളും നാഡിഞരമ്പുകളും എല്ലാം ഉള്ള ഒരു ജീവിയെ പിടിച്ച് കഴുത്തറുത്ത് കൊന്ന് അതിൻ്റെ മാംസം ഭക്ഷിക്കണം ഒരാവശ്യവും നമുക്കില്ല. എന്തെല്ലാം വൈവിധ്യങ്ങളായ സസ്യഭക്ഷണങ്ങളാണ് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഇതിനൊക്കെ എതിർക്കുന്ന ആളാണ്. ഫ്രീ തിങ്കർ ആയതുകൊണ്ടാണ് എതിർക്കുന്നത്. തുറന്ന് ചിന്തിക്കാൻ നമ്മൾ ധൈര്യപ്പെടണം. അതുകൊണ്ടാണ് ശിവയോഗി പറഞ്ഞ അഹിംസൈവ പരമോ ധർമ്മ. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ദിവസം പറയാനുള്ളതുണ്ട്. അജ്ഞാന ദുഃഖായൈവ യജ്ഞാതി കർമ്മ. യുക്തിവാദികൾ യോജിക്കുന്നത് ഇവിടെ മാത്രമാണ്. അജ്ഞാന ദുഃഖായൈവ യജ്ഞാതി എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉൾപ്പെട്ടു. യജ്ഞം, യാഗം, തപസ്, വ്രതം, തീർത്ഥാടനം, ദൈവപൂജ, ജപം, എന്തൊക്കെയുണ്ടോ അതൊക്കെ, മന്ത്രജപം, ജ്യോത്സ്യം, എന്തെല്ലാം ഉണ്ട്. ദൈവത്തെ പ്രീതിപ്പെടുത്തി കാര്യസാധ്യം നടത്തേണ്ട കാര്യങ്ങൾ മുഴുവൻ അജ്ഞാന ദുഃഖായൈവ, അജ്ഞാനവും ദുഃഖവുമാണ് നമുക്ക് തരുന്നത്. ഇതാണ് ശിവയോഗി പറയുന്നത്. ഇതിൽ മറ്റുള്ള സ്വാമിമാരുമായിട്ട് ശിവയോഗിക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. മറ്റുള്ള സ്വാമിമാരെ എല്ലാം ഇരിക്കട്ടെ, അതും കുറച്ചിരിക്കട്ടെ, ഇതും കുറച്ചിരിക്കട്ടെ, നിങ്ങൾ യുക്തിവാദവും പറഞ്ഞോളൂ, കുറേയൊക്കെ ജപിച്ചോളൂ. അമൃതാനന്ദമറി പറയുന്നത് ഒരുപാട് ജപിച്ചാൽ മതി, എല്ലാം വചന പാടിയാൽ മതി, എല്ലാം തീരും, എല്ലാ സങ്കടങ്ങളും തീരും. ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുക. നാരായണ ഗുരുവിനെക്കാട്ടിലും മിടിക്കുകയാണ് അമൃതാനന്ദമയി ഇക്കാര്യത്തിൽ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ തന്നെ പ്രതിഷ്ഠിക്കാൻ പറ്റുമോ? നിർഗുണമല്ലേ? നിർഗുണ വസ്തുവിനെ പ്രതിഷ്ഠിച്ചാൽ അത് സഗുണ വസ്തുവായില്ലേ? നിർഗുണ ബ്രഹ്മത്തിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് അമൃതാനന്ദമയി. അജ്ഞാന ദുഃഖായൈവ യജ്ഞാതി കർമ്മ ആനന്ദമതമേവ സഹജം സർവേഷാം അന്യത് സർവം കൽപ്പിതം. മതം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, ആനന്ദമതം. എല്ലാ ജീവികൾക്കും അത് തന്നെയാണ് ആനന്ദം, അത് തന്നെയാണ് മതം. വേറൊരു മതം ഇല്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ കാര്യമില്ല. അങ്ങനെ ഒരു മതം ഇല്ല. ഏതാണെന്ന് നാരായണ ഗുരു പറയുന്നുമില്ല. അദ്ദേഹത്തോട് ചോദിക്കാൻ നമുക്കിന്ന് പറ്റില്ല. അന്ന് ചോദിച്ചിട്ടുണ്ട്. അന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയ മറുപടിയൊക്കെ ശിവയോഗി തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സാറ് പ്രതിപാദിച്ച വിഗ്രഹാരാധന ഖണ്ഡനം എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടോ? ഇതൊന്നും പബ്ലിഷ് ചെയ്യാൻ ഇന്ന് ആരുമില്ല. ഇതാണ് വിഗ്രഹാരാധന ഖണ്ഡനം. പക്ഷേ ഞങ്ങളിത് കുറേ കൂട്ടുകാരെല്ലാം കൂടെ ശ്രേയസ്.in എന്ന് പറഞ്ഞ ഓൺലൈനാക്കി സകല പുസ്തകങ്ങളും കയറ്റിയിട്ടുണ്ട്. ഒരിക്കലും ഡിജിറ്റലിൽ നിന്ന് അത് മാഞ്ഞു പോവില്ല. ഈ പുസ്തകങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാതാവും. കാരണം ഇതിപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ ആരുമില്ല. ഞാനിപ്പോൾ ആനന്ദാദർശം പ്രിൻ്റ് ചെയ്യാൻ യുക്തിവാദ സംഘമായിട്ട് ബന്ധപ്പെട്ട് ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ധനുവച്ചവരും സുകുമാരനും ഞാനും കൂടെ ആനന്ദാദർശം എന്ന് പറഞ്ഞ ശിവയോഗിയുടെ അവസാനം എഴുതിയ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. ഒരു ആശ്രമം അത് സ്ഥാപിച്ച ആളിൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ വൈമുഖ്യം കാണിക്കുകയാണെങ്കിൽ അതിനോട് അനുഭാവമുള്ള ആർക്ക് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം. 50 വർഷത്തിന് ശേഷം
ആ ഗ്രന്ഥകാരൻ മരിച്ച 50 വർഷത്തിന് ശേഷം അത് ആർക്ക് വേണമെങ്കിലും പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു നിയമമുണ്ടെന്ന് കേട്ടു. ആ നിയമത്തിൻ്റെ പിൻബലത്തോടെ ഞങ്ങൾ അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതൊന്നും ഇനി കിട്ടില്ല, ഭാവി തലമുറയ്ക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഖണ്ഡനത്തിലെ പേജ് 63 ശിവയോഗി പറയുന്നു, വിശേഷിച്ച് ഈയിടയിൽ ചില ബിംബപ്രതിഷ്ഠാകർത്താക്കന്മാർ തങ്ങൾ ജ്ഞാനികളാണെന്നും കർമ്മികളുടെ നിർബന്ധത്താൽ ക്ഷേത്രം കെട്ടിച്ച് പ്രതിഷ്ഠിക്കുന്നതാണെന്നും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആരെയാ ഉദ്ദേശിച്ചത്? എന്ന് മാത്രമല്ല, ചില മാസികക്കാരെ കൊണ്ട് അപ്രകാരം എഴുതിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രവൃത്തി കൊണ്ടല്ലയോ അവർ ജ്ഞാനികളാണെന്ന് തെളിയിക്കേണ്ടത്. പ്രതിഷ്ഠാകർത്താക്കന്മാർ ക്ഷേത്രങ്ങളിൽ അജ്ഞാനക്കല്ലിനെ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠ തന്നെ അവർ അജ്ഞാനികളാകുന്നു എന്നതിലേക്ക് മായാത്ത ശിലാസ്തംഭമായിരിക്കുന്നു, തെളിവായിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ വാക്കുകൊണ്ടും മാസിക കൊണ്ടും സർട്ടിഫിക്കറ്റ് കൊണ്ടും പ്രതിഷ്ഠാകർത്താക്കന്മാർ ജ്ഞാനികളാണെന്ന് വരുത്തിക്കൂട്ടുന്നതിനെ ജ്ഞാനഹീനന്മാരല്ലാതെ ആർ വിശ്വസിക്കും? വ്യഭിചരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മഹാവ്യഭിചാരിണി ഞാൻ പതിവ്രതയാകുന്നു, കാമികളുടെ നിർബന്ധത്താൽ വ്യഭിചരിക്കുകയാണ് എന്ന് പറയുകയും മാസികാപത്രങ്ങൾ കൊണ്ട് അപ്രകാരം തന്നെ ഉദ്ഘോഷിപ്പിക്കുകയും പതിവ്രതയാണെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി കഴുത്തിൽ കോർത്ത് കെട്ടുകയും ചെയ്തതുകൊണ്ട് പതിവ്രതയാകുമോ? ഇത് നാരായണ ഗുരുവിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്ത ചോദ്യമാണ്. ഇല്ല, വ്യഭിചരിക്കുന്നവൾ വ്യഭിചാരിണി തന്നെ, പതിവ്രതയല്ല, തീർച്ച തന്നെ. അപ്പോലെ ബിംബപ്രതിഷ്ഠ ചെയ്യുന്നയാൾ മൂത്ത കർമ്മി തന്നെ, ജ്ഞാനിയല്ല, സംശയമില്ല. ശിവയോഗിയുടെ രൂക്ഷമായ വാക്കുകളാണ്. ഈ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പോക്ക്. നിഷേധിക്കുക, തെറ്റായതിനെ നിഷേധിക്കുക. ഇത് ശരിയല്ലേ പറഞ്ഞത്? ബിംബപ്രതിഷ്ഠ ചെയ്തുകൊണ്ട് അത് ആദ്യപടി, ബിംബപ്രതിഷ്ഠ ആദ്യപടി. എന്ത് ആദ്യപടി? താഴേക്കാണോ ഇറങ്ങേണ്ടത്? മുകളിൽ കയറണവൻ താഴേക്ക് ഇറങ്ങിയാൽ മതിയോ? ഉദ്ദേശ സ്ഥലത്തെത്തുമോ? ആദ്യപടിയല്ല ബിംബപ്രതിഷ്ഠ. ആദ്യപടി ഇതുപോലെ സത്സംഗം കൂടുക, ചർച്ച ചെയ്യുക, സംസാരിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, ഇതൊക്കെയാണ് ആദ്യപടി പടി. ശിവയോഗി അതാ പറയുന്നത്. ബിംബപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ആദ്യപടിയല്ല, അതൊരു വിപ്ലവവും ഇല്ല. ഇനി ആനന്ദ ആദർശാംശത്തിൽ പറയുന്നു, ഈ വിഗ്രഹാരാധന ഖണ്ഡനം തുടങ്ങുന്നത് തന്നെ നല്ല രസമാണ്. ഹേ ആനന്ദകാംക്ഷികളെ, ഇതാണ് സംബോധന. നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെന്നൊക്കെ പറയും. ഹേ ആനന്ദകാംക്ഷികളെ, അല്ല, ആരാ ആനന്ദകാംക്ഷി അല്ലാത്തത്? ഹേ ആനന്ദകാംക്ഷികളെ, വിഗ്രഹാരാധന കൊണ്ട് ഇഹലോക സുഖവുമില്ല, പരലോക സുഖവും മോക്ഷവുമില്ല. ഒരു സ്വാമി തുടങ്ങുന്ന ആദ്യത്തെ വാചകമാണ് ഇത്. ഇദ്ദേഹം കാവ്യ കൊടുത്തിട്ട് സ്വാമിയായി എന്ന് ആര് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇദ്ദേഹം കാവ്യ കൊടുത്തതിന് പ്രത്യേക കാരണമുണ്ട്. രഹസ്യമായിട്ട് ഞാൻ പറയാം. അന്നത്തെ ഹൈന്ദവ യാഥാസ്ഥികരുടെ തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ബ്രഹ്മാനന്ദ സ്വാമി കാവ്യ. സത്യമാണ്. വേഷപ്രയോജന ഖണ്ഡനം എന്ന് പറഞ്ഞിട്ട് മോക്ഷപ്രയോജനത്തിൽ ഒരു ചാപ്റ്ററുണ്ട്, വേഷപ്രയോജന ഖണ്ഡനം. വേഷപ്രയോജനം എന്ന് പറഞ്ഞിട്ട് പ്രയോജന പ്രകരണം എന്ന് പറഞ്ഞിട്ട്, വേഷം കൊണ്ടുള്ള പ്രയോജനം എന്താ? ഒരു പോലീസുകാരൻ യൂണിഫോം ഇല്ലാതെ ഇവിടെ നിന്നിട്ട് നിങ്ങടാ പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അനുസരിക്കുമോ? ഇല്ല. അപ്പോൾ ഓരോന്നിനും ഓരോ വേഷം വേണം. ഇത് വെറും വേഷം കെട്ടാ. ശിവയോഗിയുടെ കാവ്യ എന്ന് പറയുന്നത് വെറും വേഷം കെട്ടാണ്. അദ്ദേഹം തന്നെ പറയുന്നു. വേഷപ്രയോജന പ്രകരണം എന്ന് പറഞ്ഞ മോക്ഷപ്രദീപത്തിൽ അദ്ദേഹത്തിൽ യൂണിഫോം ആണെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു യൂണിഫോം ഇല്ലാതെ എനിക്ക് എൻ്റെ ചിന്തകളെ ഇവിടെ പ്രചരിപ്പിക്കാൻ സാധ്യമല്ല. ഞാൻ ഇന്ന് കാവ്യ എടുത്തുകൊണ്ട് വരണമെന്ന് കുറച്ച് ആലോചിച്ചു. അതെ, സത്യം. കാരണം ഫേസ്ബുക്ക് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. എന്നെ വൈരാഗ്യമുള്ള എത്ര പേരെന്നെ കൊല്ലാൻ നടക്കുന്നത്. എൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല, ശിവയോഗിയുടെ ഫോട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ വല്ല പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടേ, അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഹേ ആനന്ദകാംക്ഷികളെ, വിഗ്രഹാരാധന കൊണ്ട് ഇഹലോക സുഖവുമില്ല, പരലോക സുഖവുമില്ല, മോക്ഷവുമില്ല. നോക്കുവിൻ, അനേകായിരം കൊല്ലമായി അനേകായിരം ഉറുപ്പിക ചിലവ് ചെയ്ത് ക്ഷേത്രം കെട്ടി വിഗ്രഹാരാധന ചെയ്യിച്ചും ചെയ്തും വരുന്ന ഹിന്ദു രാജാക്കന്മാരുടെ മുമ്പുള്ള രാജാധിപത്യം പോയി. ആ സമർത്ഥിക്കുന്ന സമർത്ഥനം കണ്ടോ? ഹിന്ദു രാജാക്കന്മാരുടെ മുമ്പുള്ള രാജാധിപത്യം പോയി. മുഹമ്മദീയ രാജാക്കന്മാരുടെ കീഴിൽ വളരെ കാലം ദുഃഖിച്ച് കഴിച്ചുകൂട്ടി. ഇപ്പോൾ ആംഗ്ലേയ ചക്രവർത്തിയുടെ കീഴിലാകുന്നു. 1914 പറയണത്, എപ്പോൾ പറയണതല്ല. ബ്രാഹ്മണർ, അതായത് ചക്രവർത്തിമാരുടെ കാര്യം.
ബ്രാഹ്മണർ ബിംബാരാധനയെ വിട്ടും കൊണ്ട് ഇംഗ്ലീഷ് പഠിച്ച് പാസ്സായി വക്കീല്, മുനിസിപ്പൽ, സബ് ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി എന്നിങ്ങനെ ഓരോ അധികാരം ഭരിച്ച് കൃഷി ചെയ്തിട്ടും കച്ചവടം ചെയ്തിട്ടും മറ്റു പല വ്യാപാരങ്ങൾ ചെയ്തിട്ടും പണവും പൂജ്യതയും സമ്പാദിച്ചു തുടങ്ങി. ബ്രാഹ്മണരിലാണ് ഇന്ന് അധികവും ഉദ്യോഗസ്ഥന്മാർ. നായന്മാരിലും മറ്റു ജാതികളിലും ഇത്ര ഉദ്യോഗസ്ഥന്മാരില്ല. വിഗ്രഹാരാധന കൊണ്ട് സമ്പൽ പുഷ്ടി ഉണ്ടാകുമെങ്കിൽ ബ്രാഹ്മണർ അത് വിട്ട് നാനാ വ്യാപാരങ്ങൾക്ക് പോകയില്ല. സമർത്ഥനം കണ്ടോ? വിഗ്രഹാരാധന കൊണ്ട് സമ്പൽ പുഷ്ടി ഉണ്ടാവുമെങ്കിൽ ബ്രാഹ്മണർ ആ വിഗ്രഹാരാധന വിട്ട് മറ്റു ചില വ്യാപാരങ്ങൾക്ക് പോവില്ല. വിഗ്രഹാരാധന കൊണ്ട് ഐശ്വര്യപുഷ്ടി ഉണ്ടാകുമെങ്കിൽ നമ്മുടെ രാജാക്കന്മാരുടെ ചക്രവർത്തി സ്ഥാനം പോകയില്ല. ചില രാജവംശം ധനഹീനതയെ പ്രാപിക്കുകയുമില്ല. വിഗ്രഹാരാധന കൊണ്ട് രോഗശാന്തിയും ഉണ്ടാകില്ല. ഉണ്ടാകുമെങ്കിൽ ബ്രാഹ്മണരും രാജാക്കന്മാരും ഡോക്ടർ, ദർശൻ, നാട്ടുവൈദ്യൻ എന്നിവരെ കൊണ്ടുവന്ന് ചികിത്സിക്കുകയില്ല. ഇത് യുക്തിവാദികളൊക്കെ ഇതൊക്കെ പറയേണ്ടതാ. യുക്തിരേഖയിലൊന്നും പോരാ. വിഗ്രഹാരാധന കൊണ്ട് സന്താന സമൃദ്ധി ഉണ്ടാകില്ല. ഇവിടെ സന്താന യാഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സന്താനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള യാഗങ്ങൾ അത് അവർ വായിക്കേണ്ടതാ. വിഗ്രഹാരാധന കൊണ്ട് സന്താന സമൃദ്ധി ഉണ്ടാകില്ല. ഉണ്ടാകുമെങ്കിൽ ബ്രാഹ്മണരുടെ ഇടയിലും ചില രാജാക്കന്മാരുടെ ഇടയിലും സന്തതിയില്ലാതെ വരുമോ? ചിലരുടെ വംശനാശം തന്നെ വരുവാനോ സംഗതിയില്ല. ബ്രാഹ്മണന്മാരാണല്ലോ വിഗ്രഹാരാധനയിലെ അഗ്രഗണ്യന്മാർ. അപ്പോൾ അവർക്ക് സന്തതി ഇല്ലാതെ വരുമ്പോൾ പിന്നെ ബാക്കിയുള്ളൊരു കാര്യം പറയാനില്ല. വിഗ്രഹാരാധന കൊണ്ട് ചിത്തശുദ്ധി, സമദൃഷ്ടി, ജ്ഞാനം മുതലായ ഗുണങ്ങളും ഉണ്ടാവില്ല. ഇനി അതെങ്കിലും ഉണ്ടാവുമോ നോക്കാം. ഇല്ല. ഉണ്ടാകുമെങ്കിൽ ബ്രാഹ്മണർ ഒരേ ജാതിയായ മനുഷ്യരിൽ ചിലരെ നീ ശൂദ്രൻ, നീ നികൃഷ്ടൻ, നിന്നെ തൊട്ടാ കുളിക്കണം, നീ ഈഴവൻ, നിനക്ക് അരികിൽ അണവാൻ പാടില്ല, ദൂരെ പോ എന്ന് പറഞ്ഞ് വിലക്കില്ല. ഇപ്പോൾ ചിത്തശുദ്ധി വന്നിട്ടില്ല. ചിത്തശുദ്ധിയും സമദൃഷ്ടിയും ജ്ഞാനവും വരാതെ മോക്ഷവും സിദ്ധിക്കില്ല എന്നാണ് പ്രബലപ്പെട്ട പ്രമാണങ്ങൾ വിധിച്ചിട്ടുള്ളത്. അസ്മാദൃക്കുകളുടെ അനുഭവം അങ്ങനെ തന്നെ. ഈ പറഞ്ഞ സംഗതികൾ കൊണ്ട് അനേകായിരം കാലമായി അനേകായിരം ഉറുപ്പിക ചിലവ് ചെയ്ത് വിഗ്രഹാരാധന ചെയ്തു പോരുന്ന ദ്വിജന്മാർക്ക് കൂടി സമ്പൽപുഷ്ടിയോ രോഗശാന്തിയോ ചിത്തശുദ്ധി, ജ്ഞാനമോക്ഷങ്ങളോ സിദ്ധിച്ചിട്ടില്ലെന്നുള്ളത് അനുഭവമാകുന്നു. ഈ സ്ഥിതിക്ക് ശൂദ്രാദികൾക്ക് വിഗ്രഹാരാധന കൊണ്ട് എന്താ സിദ്ധിപ്പാൻ പോകുന്നത്? ഒന്നുമില്ല. ഞാൻ കൂടുതൽ ധരിപ്പിക്കുന്നില്ല. ഒരുപാട് രസമുള്ള കാര്യങ്ങളാണ്. ഞാൻ നാരായണ ഗുരുവിനെ വിമർശിച്ച ഭാഗം ഒന്ന് വായിക്കാം. ചാവക്കാട് യുവജന സംഘം, കൊളംബിലുള്ള ചാവക്കാട് യുവജന സംഘം, ദിവ്യശ്രീ ബ്രഹ്മാനന്ദ സ്വാമി അവർക്ക് ആലത്തൂർ ഒരു ലെറ്റർ വരികയാണ്. 1928 11/11, അതായത് നാരായണ ഗുരു മരിച്ചതിന് ശേഷം അവരൊരു ലെറ്റർ അയക്കുകയാണ് ശിവയോഗിക്ക്. ഒരു സദുദ്ദേശ ലാഭത്തിനായി അവിടുത്തെ വിലയേറിയ സമയത്തെ അല്പം ഉപദ്രവിക്കുന്നത് സാഹസമായി തീരുകയില്ലല്ലോ. ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസം 20-ാം തീയതി വ്യാഴാഴ്ച വർക്കല വെച്ച് സമാധി അടഞ്ഞ ബ്രഹ്മശ്രീ നാരായണ ഗുരുസ്വാമികളുടെ ചരമത്തെ പ്രമാണിച്ച് കേരളത്തിലെ സുപ്രസിദ്ധ സാഹിത്യകാരന്മാരുടെ സഹായ സഹകരണത്താൽ ഒരു പുസ്തകം പുറത്തിറക്കുവാൻ പരിശ്രമിച്ചു വരുന്നു. അതിനാൽ സ്വാമി തൃപ്പാദങ്ങളുടെ ആദർശ മഹാത്മ്യത്തെ പുലർത്താവുന്ന ഒരു ചെറു പദ്യകൃതി അയച്ചു തന്ന ഞങ്ങളെ സഹായിപ്പാൻ സവിനയം അപേക്ഷിച്ചു കൊള്ളുന്നു. കൃതി ഈ മാസം 22-ാം തീയതി ഇവിടെ കിട്ടിയിരിക്കത്തക്ക വിധത്തിൽ അയക്കുന്ന വളരെ ഉപകാരമായിരിക്കും. തൃപ്തികരമായ മറുപടി പ്രതീക്ഷിച്ച് ആശ്രിത ഭക്തർ. കൊളംബിന്ന് വന്ന ലെറ്റർ. സ്വാമി എഴുതിയ മറുപടി: 11/11/28 നിങ്ങൾ അയച്ച കത്തും 22/11/28 അയച്ച കാർഡും നമുക്ക് കിട്ടി. ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസം 20-ാം തീയതി പരേതനായ നിങ്ങളുടെ ഗുരുവിൻ്റെ ചരമത്തെ പ്രമാണിച്ച് കേരളത്തിലെ സുപ്രസിദ്ധ സാഹിത്യകാരന്മാരുടെ സഹായ സഹകരണത്താൽ ഒരു പുസ്തകം പുറത്തിറക്കുവാൻ പരിശ്രമിച്ചു വരുന്നു. അതിനാൽ നിങ്ങളുടെ ഗുരുവിൻ്റെ ആദർശ മഹാത്മ്യത്തെ പുലർത്താവുന്ന ചെറു പദ്യകൃതി അയച്ചു തരണമെന്നാണ് നിങ്ങളുടെ ആദ്യ കത്തിലെ അപേക്ഷ. അതുപ്രകാരം നാം ചെയ്യാത്തതുകൊണ്ട് ആ വിഷയത്തെ ഓർമ്മപ്പെടുത്തുവാൻ അയച്ചിട്ടുള്ളതാണ് 2ാമത്തെ കാർഡ്. ഇതിന് മറുപടി: നിങ്ങളുടെ അപേക്ഷ പ്രകാരം നമുക്ക് നടക്കുവാൻ നിർവാഹമില്ല എന്നത് താഴെ കാണുന്ന രേഖാസംഗതികൾ കൊണ്ട് അറിയാവുന്നതാണ്. നമ്മൾ പോലും ചെയ്യും. ശത്രുവാണെങ്കിലും ഒരു പദ്യം അയച്ചു തരുമെന്ന് പറഞ്ഞാൽ ചെയ്യും. ഇത് ആദർശത്തിൻ്റെ മഹത്വമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ ഒരു ശത്രു മരിച്ചിട്ട് നമ്മളൊരു പദ്യകൃതി അവർ ആവശ്യപ്പെട്ടാൽ എന്തോ ആവട്ടെ ചോദിച്ചതല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും. ഇത് കൊടുത്തില്ല. അത് നമ്മളൊരു ആദർശത്തെ പിടിക്കുകയാണെങ്കിൽ അത് മരണം വരെ നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്താ പറയുന്നത്? ശിവയോഗി ദർശനം എന്ന ഒരു പുസ്തകം NKK എന്നൊരു ഈഴവൻ എഴുതി തിരുവനന്തപുരം ആനന്ദ പ്രസ്സിൽ അച്ചടിപ്പിച്ച് 1991 പ്രസിദ്ധപ്പെടുത്തിയതാകുന്നു മലയാള മാസം. അതിൻ്റെ മുഖവുരയിൽ പ്രസ്താവിച്ചത്: സഹോദരങ്ങളെ, പ്രഹ്ലാദന് ഹിരണ്യകശിപു പോലെയും ലോകത്തിന് ധൂമകേതു പോലെയും
നമ്മുടെ മഹർഷിമാരാൽ അനുഗ്രഹിക്കപ്പെട്ട ഹിന്ദുമതത്തിലെ വിഗ്രഹാരാധനയ്ക്ക് കുറേ നാൾ കൊണ്ട് പാലക്കാട്ടുകാരനായ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്ന ഒരാൾ നാശകാരിയായി പുറപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഗുരുസ്വാമിയുടെ ആജ്ഞയെ നിറവേറ്റി നടക്കുന്ന 18 ലക്ഷം ഈഴവരെയും തൻ്റെ വശത്ത് വരുത്തുവാൻ അച്ഛന്മാരായ ചില ഈഴവരെ രാജയോഗദ്വാര മോക്ഷം ഉപദേശിക്കുന്നു. ഇതൊക്കെ അന്നത്തെ വാചകങ്ങളാട്ടോ. ഇങ്ങനെ നമ്മെയും പല ഈഴവരെയും പറ്റി പല അസഭ്യങ്ങൾ ശിവയോഗി ദർശനം എന്ന പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇതിന് കാരണം നാം പണ്ടുപണ്ടേയുള്ള വിഗ്രഹാരാധനാദി കർമ്മങ്ങളെ ഖണ്ഡിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ കുലഗുരു, ശ്രദ്ധിക്കണം വാക്ക്, ലോകഗുരു എന്ന് പറയണില്ല, നിങ്ങളുടെ കുലഗുരു പുതിയ പുതിയ ക്ഷേത്രങ്ങളെ കെട്ടിച്ച് വിഗ്രഹപ്രതിഷ്ഠയെ ചെയ്യിക്കുന്നത് കൊണ്ടുമാകുന്നു. നിങ്ങളുടെ ഗുരു ഇങ്ങനെ ചെയ്യിച്ചത് കൊണ്ട് മാച്ചാൽ മായാത്ത വിധത്തിലുള്ള നാനാദേവ ശിലാപ്രതിഷ്ഠയോടുകൂടിയ നവീന ക്ഷേത്രങ്ങൾ ഈഴവരുടെ ഇടയിൽ ഇക്കാലത്ത് വർദ്ധിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അനുഭവമാണ്. വിഗ്രഹാരാധനാദി പ്രിയന്മാരായ ചില ഈഴവർ വിഗ്രഹാരാധന വിമുഖന്മാരായ നമ്മുടെ ശിഷ്യന്മാരെ ഉപദ്രവിക്കുന്നതും നമ്മെ നിന്ദിക്കുന്നതും നമുക്ക് അനുഭവമാണ്. അത്രയുമല്ല, KMS പിള്ള വിഗ്രഹാരാധനയെ വർണ്ണിച്ച് നമ്മെ ദുഷിച്ചുകൊണ്ട് അദ്വൈത ദീപിക എന്നൊരു പുസ്തകം എഴുതി ആലുവായിൽ വെച്ച് വായിച്ചത് കേട്ട് നിങ്ങളുടെ കുലഗുരു തൃപ്തിപ്പെട്ട് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കേണ്ടതാണെന്ന് പ്രേരിപ്പിച്ചിരിക്കുന്നു എന്ന് അതിൻ്റെ മുഖവരിയിൽ പ്രസ്താവിക്കുന്നു. ആ പുസ്തകം തൃശ്ശൂർ കേരള ചിന്താമണി അച്ചുകൂട്ടത്തിൽ 1989 അച്ചടിച്ച് പ്രസിദ്ധം ചെയ്തിരിക്കുന്നു. പ്രസ്തുത രേഖാസംഗതി കൊണ്ടും അനുഭവം കൊണ്ടും മറ്റും നിങ്ങളും നിങ്ങളുടെ കുലഗുരുവും വിഗ്രഹാരാധനാദി കർമ്മകാണ്ഡ രഥന്മാരാകുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നമ്മുടെ പ്രതിവാദി കൃതികൾ കൊണ്ടും ആ കൃതികൾ നിമിത്തം കേരളത്തിലും കൊളംബിലും മറ്റും അവിടെവിടെ അഭൂതപൂർവമാവണ്ണം അവതരിച്ച ആനന്ദമത യോഗശാല കൊണ്ടും നാം വിഗ്രഹാരാധനാദി കപടപ്രമാണങ്ങളുടെ ഖണ്ഡകനായ യുക്തജ്ഞാനിയാകുന്നു എന്നതും നിങ്ങൾക്ക് അനുഭവമാണ്. ഇനിയും അനേകം പറവാനുണ്ടെങ്കിലും ഇത്രയും സംക്ഷേപിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുലഗുരുവിൻ്റെയും നമ്മുടെയും ധർമ്മങ്ങൾ വിലക്ഷണങ്ങളാണെന്ന് സിദ്ധമായി. ഓപ്പോസിറ്റാ. നാരായണഗുരു ശിവയോഗിയും കൂട്ടിക്കെട്ടാൻ പറ്റില്ല. വിലക്ഷണങ്ങളാ ധർമ്മങ്ങൾ. അങ്ങനെയിരിക്കെ നിങ്ങളുടെ കുലഗുരുവിൻ്റെ ആദർശ മഹാത്മ്യത്തെ പുലർത്താവുന്ന ഒരു ചെറു പദ്യകൃതി അയച്ചു തരണേ എന്ന നിങ്ങളുടെ അപേക്ഷയെ നാം അനുസരിച്ച് പ്രവർത്തിച്ചാൽ നാം ലോകോപകാരിയായി ഉണ്ടാക്കിയ ആനന്ദമത ശിശുവിൻ്റെ കണ്ഠഛേത്താവായി, അജ്ഞാന കർമ്മകാണ്ഡ പ്രവർത്തകനായി, രാജയോഗ ധ്വംസകനായി, ആത്മഹത്യയെയും പരഹത്യയെയും ചെയ്യുന്ന ഘാതകനായി, അന്ധവിശ്വാസിയായി, അയുക്തനായി, ദൈവദൂഷകനായി ഭവിക്കും. ഇത്രയൊക്കെ ഭവിക്കുമെന്ന് നമുക്ക് തന്നെ തോന്നും. വ്യഗ്രതയെ ഉണ്ടാക്കുന്ന ഉഗ്രകർമ്മമായ വിഗ്രഹാരാധനയെ നിഗ്രഹിക്കുന്ന നമ്മെ നിങ്ങളുടെ വർഗീയനായ NKK എന്ന അജ്ഞാനി ഹിരണ്യകശിപു എന്ന അസുരനെയും ധൂമകേതുവിനെ പോലെയും നിന്ദിച്ചതുകൊണ്ടും നാം വിഗ്രഹാരാധനാ ഖണ്ഡനത്തിൽ അഗ്രഗണ്യനായിരിക്കുമ്പോൾ വിഗ്രഹാരാധന കാരകനായ നിങ്ങളുടെ ഗുരുവിനെ വർണ്ണിപ്പാൻ നിങ്ങൾ എന്നെ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ട് എന്നൊരു ക്വസ്റ്റ്യനാണ് അങ്ങോട്ട് പോകുന്നത്. അല്ലാതെ കൃതിയല്ല അയച്ചു കൊടുത്തത്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള അവസരമാണ്. അതിനു മുമ്പ് ചട്ടമ്പിസ്വാമി നമ്മുടെ ഇതിൽ വന്നില്ല. ഇന്ന് പറഞ്ഞതിൽ ശങ്കരാചാര്യർ വന്നു, നാരായണ ഗുരു വന്നു, ചട്ടമ്പിസ്വാമി അധികം വന്നില്ല എന്ന് തോന്നുന്നു. ചട്ടമ്പിസ്വാമിയെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ സമീപിച്ച് ബ്രഹ്മാനന്ദ സ്വാമിയുടെ മോക്ഷപ്രദീപത്തെ ഖണ്ഡിക്കണം എന്ന് പറഞ്ഞു. ആ പുസ്തകം പുറത്തിറങ്ങി. അത് ഇത്ര കാലം അദ്ദേഹം അവിടെ ഓരോ കുറിപ്പ് എഴുതി അവിടെ ഇട്ടിരുന്നു ചട്ടമ്പിസ്വാമി. അതെല്ലാം കൂടി കളക്ട് ചെയ്ത് ഒരാൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചട്ടമ്പിസ്വാമി മോക്ഷപ്രദീപ ഖണ്ഡനം എന്നാണ് അതിൻ്റെ പേര്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവരൊക്കെ നിലവാരം എവിടെയാണെന്ന്. ഞാൻ ഒന്നും പറയുന്നില്ല. എന്നാൽ അതേ ചട്ടമ്പിസ്വാമി മോക്ഷപ്രദീപത്തെ ശ്ലാഘിച്ചെഴുതിയൊരു ഭാഗം ഞാൻ വായിക്കാം. ഇത് സിദ്ധാശ്രമത്തിലെ പഴയ ജൂബിലി ആയിട്ടുള്ള ഇറക്കുന്ന മാസിക, സാരഗ്രാഹി എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു സിദ്ധാശ്രമത്തിൽ. ഇത് അതൊക്കെ നിന്നുപോയി. ആ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക ഭേദം. നിർമ്മലാനന്ദജി മരിച്ചതിന് ശേഷം അവിടെ 8-10 വർഷമായിട്ട് ഒന്നും നടക്കുന്നില്ല. ഞാൻ ആശ്രമമായിട്ട് ബന്ധമൊന്നുമില്ല. എനിക്ക് ഒരു സംഘടനയായിട്ടും ബന്ധമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടും ബന്ധമില്ല. ഇയാൾ ഏതാ വകുപ്പ് എന്ന് പലരും ഫേസ്ബുക്കിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു വകുപ്പുമല്ല, ആർക്കും ഇതുവരെ പിടി കൊടുത്തിട്ടുമില്ല, പിടി കൊടുക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇയാൾ ഈഴവനാണോ, നായരാണോ, സവർണനാണോ, വർണ്ണനാണോ, ഒന്നുമല്ല. എനിക്കിതിലൊന്നും ഒരു ബന്ധവുമില്ല. അപ്പോൾ ചട്ടമ്പിസ്വാമി മോക്ഷപ്രദീപം പോലെ ഒരു പുസ്തകം മലയാളത്തിൽ വേറെ ഉണ്ടായിട്ടുള്ളതായി ഞാൻ അറിയുന്നില്ല. യാഗാദി കർമ്മങ്ങൾ, ഹിംസ, ക്ഷേത്രങ്ങളുടെ അവസ്ഥ, ജാതിഭേദം മുതലായവയെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ ചെറിയ ദീപം പോലെ ഇരിക്കുന്ന
ഒരുമാതിരി അഭിപ്രായങ്ങൾ ഈ പുസ്തകത്തിൽ കൽപ്പാന്ത ചണ്ടകിരണനെ പോലെ പ്രകാശിച്ച് കാണപ്പെടുന്നു. യോഗജ്ഞാനങ്ങളെപ്പറ്റി ഗ്രന്ഥകർത്താവിനുള്ളതായി കാണിച്ചിരിക്കുന്ന സിദ്ധാന്തങ്ങളോട് എനിക്ക് അല്പം അഭിപ്രായഭേദമുണ്ട്. അതിനെ തുറന്നു പറയുന്നതായാൽ ഹിരണ്യകശിപിന് നൃസംഗം പോലെ പ്രതികൂലാഭിപ്രായങ്ങളെയെല്ലാം വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്ന ആ മൂർത്തിയുടെ എതിരെ വല്ല മാർഗത്തിലൂടെയും ചെന്നു ചേർന്നെങ്കിലോ എന്ന് ഭയന്ന് ഒളിച്ചു വെക്കുകയും അത് കൂടാതെ കഴിക്കുകയും ചെയ്യുന്നു. ചട്ടമ്പിസ്വാമി പറഞ്ഞ ശിവയോഗിയെ കുറിച്ച് ഇത് ഞാൻ അവിടെ പോയിട്ട് ചർച്ചയിലിട്ടു. അവിടെ ഇതുപോലൊരു ചെറിയ സഭയുണ്ടായിരുന്നു അന്ന്. മോക്ഷപ്രതിഭ ഖണ്ഡനം ചട്ടമ്പിസ്വാമി എഴുതിയതാണെന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്ന സദസ്സിൽ ഞാൻ പോയി ഈ ഭാഗം എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ചർച്ച ചൂടായത്. അതുവരെ ഒരു ഭാഗം മാത്രമേ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ ആളുകൾ. ശരി. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. ശിവയോഗിയെക്കുറിച്ച് ബാക്കി ഒരുപാട് പറയാനുണ്ട്. ഇപ്പം ഇന്നത്തെ സമയം അതിക്രമിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും വളരെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സസ്യാഹാരത്തിന് ആഹാര രീതിയെക്കുറിച്ച്, സസ്യാഹാരവും ജന്തു ആഹാരം സത്യത്തിൽ തമ്മിലെന്താ വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. വ്യത്യാസമുണ്ടെന്നൊക്കെ നമ്മെ ധരിപ്പിക്കുകയാണ്. ശിവയോഗി ഈ പറയുന്ന അയ്യപ്പനെയും കാളിയും കൂളി ആദ്യമുള്ള ദൈവങ്ങളിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞു. ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിനും ആത്യന്തികമായ ഒരു ശക്തിയിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അതിന് അയ്യപ്പനെന്നോ മറ്റേ ഗുരുവായൂരപ്പനെന്നോ ഒന്നും പേരിട്ടില്ല എന്ന് മാത്രം. ഒരു പ്രപഞ്ചത്തിനൊരു ശക്തി, ആ ശക്തിയുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ പറയുമ്പോൾ അവിടെ നിന്ന് നോക്കിയാലും ഗുരുവിൻ്റെ എവിടെ നിന്ന് നോക്കിയാലും സസ്യാഹാരം കഴിക്കുന്നത് അഹിംസാത്മകമാണ് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഓരോ നെൽമണിയിലും ഈശ്വര ചൈതന്യമുണ്ട്. ഓരോ നെൽമണിക്കും ജീവനുണ്ട്. ആ നെൽമണി അതിൽ നിന്നും സസ്യം വളരുന്നു, അതിൽ നിന്ന് ഫലമുണ്ടാകുന്നു. അതിൻ്റെ വളർച്ച, നാശം എന്ന് പറയുന്ന മനുഷ്യനുള്ളതുപോലെയുള്ള എല്ലാ സംഭവവികാസങ്ങളും എല്ലാ സസ്യങ്ങൾക്കുമുണ്ട്. അല്ല, ഞാൻ സബ്ജക്റ്റിൽ പറയല്ല. ഈ എല്ലാ ജീവജാലങ്ങളിലും പോലെ തന്നെ സസ്യങ്ങളും ജീവജാലങ്ങളാണ്. അപ്പം അതിലും ചൈതന്യമുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് മനുഷ്യന് വിശപ്പ് മാറ്റുന്നതിന് വേണ്ടി സസ്യങ്ങളെ കൊല്ലുന്നതും ജന്തുക്കളെ കൊല്ലുന്നതും ഒരുപോലെയാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ സസ്യാഹാരം കഴിക്കുന്നവർ അവർ ശുദ്ധാത്മാക്കളാണെന്നും ജന്തുക്കളെ കൊന്ന് ഭക്ഷണം കഴിക്കുന്നത് മോശമാണെന്നും പറയുന്ന പ്രവണത ശരിയല്ല എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ. ശരിയായിട്ടുള്ളത് മനുഷ്യന് ജീവിക്കുന്നതിന് ഭക്ഷണം അനിവാര്യമാണ്. മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ജീവിതം തുടരുന്നതിന് വേണ്ടി ആഹാരം നിർബന്ധമാണ്. പല രീതികളിലാണെന്ന് മാത്രം ആഹാരം. ആ ആഹാരത്തിന് വേണ്ടി ചെയ്യുന്ന ഹിംസയൊന്നും അഹിംസയാണെന്ന് കരുതാതിരുന്നാൽ ആ പ്രശ്നം അവിടെ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശിവയോഗി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. സസ്യങ്ങളെ കൊല്ലുന്നതും ജന്തുക്കളെ കൊല്ലുന്നതും ഒരുപോലെയല്ല. സസ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇതാ വളർന്നു നിൽക്കുന്ന മുടികളെപ്പോലെയും നഖങ്ങളെപ്പോലെയും ഭൂമിയിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് വളരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവയ്ക്ക് മസ്തിഷ്കമില്ല, നാടിയില്ല, ഞരമ്പില്ല, ചോരയില്ല, ബുദ്ധിയില്ല, അറിവില്ല, ഒന്നുമില്ല. അവർക്ക് പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല. പഞ്ചേന്ദ്രിയങ്ങളും മനസ്സുമുള്ള ജീവികൾക്കാണ് വേദനയാണ് ഹിംസയാവുന്നത്. എന്ന് പറഞ്ഞിട്ടില്ല. ബുദ്ധിയില്ലാത്ത ആൾക്കാരെ കൊല്ലണ്ട. ഇത് ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ഫേസ്ബുക്ക് പറയാം, ചർച്ച ചെയ്യാം. ഇതൊരു വലിയ ദാർശനിക പ്രശ്നമാണ്. എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലെ ആട്ടുംകുട്ടികളൊക്കെ ഞങ്ങൾ വിൽക്കും. ഒരുപാട് ആട്ടുംകുട്ടിയിലായിരുന്നു. വളരെ ഓമനിച്ച് വളർത്തിയ കുട്ടികളെ ഈ അറിവുകാരൻ വന്ന് കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ എൻ്റെയൊക്കെ ചങ്ക് തകർന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് അത് മട്ടൺ ഫ്രൈ ആയി വരുമ്പോൾ ആ ദുഃഖം മറന്നാൽ തിന്നാറുണ്ട്. അതുകൊണ്ട് വലിയൊരു ദാർശനിക പ്രശ്നമാണ്. സത്യത്തിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ്, നിങ്ങളുടെ കൂടെയാണ്, എൻ്റെ കൂടെയാണ്, എല്ലാവരുടെയും കൂടെയാണ്.